ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് എന്നൊപ്പം ഉള്ളത് ഞങ്ങളുടെ റിസർച്ച് ഹെഡായിട്ടുള്ള സൂരജ് സാറാണ് ഈ ഒരു സെഷനിൽ കൂടുതൽ ഡീറ്റെയിൽസ് പങ്കുവെക്കുന്നത്. സൂരജ് സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. ഏതായാലും നമുക്ക് ആദ്യം ഇന്ത്യ പാക് മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മളത് തീർച്ചയായിട്ടും വളരെ മികച്ച രീതിയിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇന്ത്യയുടെ പട്ടികയിലുള്ള 21 ഭീകര കേന്ദ്രങ്ങളാണ് ഉള്ളത് എന്നുള്ളൊരു അപ്ഡേറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. അതിൽ 9 എണ്ണം മാത്രമാണ് ആക്രമിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തകർത്തിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഇന്ന് തീർച്ചയായിട്ടും ഒരു സർവകക്ഷി യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ചേരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതൊരു ഇൻഡിക്കേഷൻ അല്ലേ സുരജ് സാർ, ദെയർ വിൽ ബി എ സെക്കൻഡ് ഫേസ് ഫോർ ഓപ്പറേഷൻ സിന്ധൂർ എന്നുള്ള ഒരു തലത്തിൽ നോക്കുമ്പോൾ? ജാസ്മിൻ, ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഇന്നലെയും ഇത് കോട്ട് ചെയ്തിരുന്നു. അതായത് ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മിഷൻ ഏറ്റെടുക്കുമ്പോൾ അതിനകത്ത് എത്ര മരണങ്ങൾ നടന്നു എന്നുള്ളതിനെക്കാട്ടിലും എത്രത്തോളം ടാർഗറ്റ്സ് ഐഡന്റിഫൈ ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ആ ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്യുന്നത് കൊണ്ടുള്ള ആ ഒരു നമ്മൾ മെസ്സേജ് എന്താണ് പാകിസ്ഥാൻ അല്ലെങ്കിൽ വേൾഡ് കമ്മ്യൂണിറ്റി കൊടുക്കുന്നത് വെച്ചാൽ, ഒന്ന്, നിങ്ങളുടെ നാട്ടിൽ തന്നെ നിങ്ങളുടെ മണ്ണിൽ ടെററിസ്റ്റുകളുടെ ക്യാമ്പുകൾ ഉണ്ട്. അത് ഞങ്ങളെല്ലാം മാർക്ക് ചെയ്ത് ഐഡന്റിഫൈ ചെയ്തിട്ട് ഉണ്ട്. അത് പ്രിസിഷൻ ആയിട്ടും വേറെ ഒരു കാര്യങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാതെ ഞങ്ങൾക്ക് അതിനെ പിൻ പോയിന്റ് ചെയ്ത് അതിനെ ഉന്നം വെച്ച് തകർക്കാനുള്ള കേപ്പബിലിറ്റി ഞങ്ങൾക്കുണ്ട് എന്നുള്ള 3-4 ഇൻഫർമേഷനാണ് നമ്മൾ ഇന്ത്യ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് എത്ര മരണം വന്നു, ആർക്കൊക്കെയാണ് ഇത് അഫക്റ്റ് ചെയ്തത് എന്നുള്ളതിന് റെലവൻസ് ഇല്ല എന്നുള്ള. അപ്പോൾ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ നമ്മൾ തെറ്റാം, വീണ്ടും നമ്മൾ പറയുന്ന പോലെ തന്നെ ഇതൊരു മെസ്സേജാണ് കൊടുത്തത്. അപ്പോൾ മിക്കവാറും തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് റിട്ടാലിയേറ്ററി മെഷർ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. ബട്ട് വീണ്ടും നമ്മൾ പറഞ്ഞു വെക്കുന്നത് പോലെ ആ മെഷേർഡ് ആയിട്ടുള്ള അറ്റാക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമ്പോഴും പാകിസ്ഥാൻ അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാര്യം നമ്മുടെ ഇവിടെ ടെററിസ്റ്റ് ക്യാമ്പുകളില്ല. അപ്പോൾ അവർക്ക് ടാർഗറ്റ് ചെയ്യേണ്ടി വരിക ഒന്നില്ലെങ്കിൽ ഒരു സിവിലിയൻ ഇൻസ്റ്റലേഷനെയോ അല്ലെങ്കിൽ ഒരു മിലിറ്ററി ഇൻസ്റ്റലേഷനെയോ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റലേഷനെയോ ആയിരിക്കാം. അങ്ങനെയുള്ള രീതിയിലേക്ക് വന്നാൽ ഇന്ത്യക്ക് മോർ പവറേ ഉണ്ടാവുള്ളൂ. അതായത് വേൾഡ് കമ്മ്യൂണിറ്റിയുടെ മുമ്പേ, അതായത് ഞങ്ങൾ അവരെ അറ്റാക്ക് ചെയ്തത് ടെററിസ്റ്റ് ക്യാമ്പുകളാണ്, ഇതാണ് ഞങ്ങളുടെ തെളിവുകൾ. പക്ഷേ അവർ അറ്റാക്ക് ചെയ്യുന്നത് ഞങ്ങളുടേതായുള്ള സിവിലിയൻ സ്ട്രക്ചറിനെയും മിലിറ്ററി സ്ട്രക്ചറിനെയും ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിനെയും ആണെന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളെ ഇന്ത്യയുടെ പുറകിലേക്ക് റാലി ചെയ്ത് വലിയൊരു കൺസെൻസസിലേക്ക് കൊണ്ടുവന്ന് പാകിസ്ഥാനെ പിൻ പോയിന്റ് ചെയ്യാവുന്ന സാധ്യതകൾ വളരെ ഹൈ ആണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നമ്മൾ മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മൾ ഈ നോക്കുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ ആയിട്ടുള്ള ഈ ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ള. അപ്പോൾ ഇപ്പോഴും നമുക്ക് മനസ്സിലാവുന്നതനുസരിച്ച് ഇതുവരെ നടന്ന കാര്യങ്ങൾ അനുസരിച്ച് നമുക്ക് വലിയൊരു മെറ്റീരിയൽ ഇമ്പാക്റ്റ് നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റിന് നമുക്ക് സംഭവിക്കാനുള്ള ചാൻസസ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു വെക്കേണ്ടത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ഏതാണ്ട് ഡിഫൻസ് സ്പെൻഡിങ്, അതായത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് നമ്മൾ ഈ FY26 ബഡ്ജറ്റിൽ കൊടുത്തിരിക്കുന്നത് ഏതാണ്ട് 6.81 ട്രില്യൺ ആണ്. 6.81 ട്രില്യൺ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 13.45% ഓഫ് ദി എൻറ്റയർ FY26 ബഡ്ജറ്റ്. 13%. FY26 ബഡ്ജറ്റിൻ്റെ 13-14% അടുപ്പിച്ചുള്ള ഒരു എമൗണ്ട് ആണ് നമ്മൾ ഡിഫൻസ് സ്പെൻഡിങ്ങിലേക്ക് വെച്ചിരിക്കുന്നത്. അതൊരു വലിയ ഭേദപ്പെട്ട എമൗണ്ട് ആണെന്നുള്ള. അപ്പോൾ ഡിഫൻസിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രിപ്പയർ ചെയ്ത്, ഇതുപോലെ തന്നെ പാകിസ്ഥാനും അവർ ഡിഫൻസ് സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്യുന്നുള്ളൊരു ന്യൂസ് ഇന്നലെ വന്നിരുന്നു. ബട്ട് ഈ നമ്മൾ അതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കിവിടെ നോക്കേണ്ട കാര്യം ഒരു ഇൻവെസ്റ്റർ എന്ന രീതിയിലോ അതല്ലെങ്കിൽ ഒരു ഇന്ത്യൻ എക്കണോമിയെ ഡിസെക്റ്റ് ചെയ്യുന്ന ഒരു റിസർച്ച് വിങ് എന്നുള്ള രീതിയിലോ നമ്മൾ നോക്കേണ്ടത് എത്രത്തോളം ഇമ്പാക്റ്റ് ആയിരിക്കും ഇന്ത്യൻ എക്കണോമിക്ക് നടക്കുന്നത് എന്നുള്ളതാണ്. അത് ആസ് ഓഫ് നൗ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് വലിയൊരു ഇമ്പാക്റ്റ് വരുമെന്ന് തോന്നുന്നില്ല. ഈവൻ മൂഡി റേറ്റിംഗ്സിൻ്റെ റിപ്പോർട്ടും പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒക്കേഷണൽ ആയിട്ടുള്ള ഇതേപോലെ ചെറിയ സ്ട്രൈക്സ് അല്ലാതെ ഒരു ഫുൾ ബ്ലോൺ വാറിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതില്ലാത്തടത്തോളം കാലം മെറ്റീരിയലിസ്റ്റിക്കലി ഇന്ത്യൻ ബാലൻസ് ഷീറ്റിന് വലിയ പ്രോബ്ലം വരില്ല നമ്മൾ മുന്നോട്ട് പോകാൻ. എന്നാൽ ഇത് എസ്കലേറ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു വ്യത്യാസം വന്നേക്കാം. അതിൽ ബേസിക്കലി ഒന്നാമത്തെ കാര്യം, നമ്മുടെ ട്രേഡ് പാറ്റേൺസ് ഒക്കെ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ബുദ്ധിമുട്ട് അതിനകത്തേക്ക് വന്നേക്കാം എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, പ്രൈവറ്റ് സ്പെൻഡിങ്, അതായത് ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിലേക്കൊക്കെയാണ് അവരുടെ ഒരു റിറ്റാലിയേറ്ററി അറ്റാക്ക് വരുന്നതെങ്കിൽ നമ്മുടെ ഇവിടെ എന്തെങ്കിലും അങ്ങനെ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഒരു പ്രൈവറ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടക്കുമോ എന്നുള്ളൊരു സംശയം കൂടി അതിനകത്ത് ഉണ്ടായി എന്ന് വരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം എന്ന രീതിയിൽ നമുക്കപ്പോൾ അതിനെ ചേർത്ത് പറയാമെന്നുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യൻ ഏവിയേഷൻ്റെ സെക്ടറാണ്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം നമ്മുടെ ഇവിടെ ഒരു ഫുൾ ബ്ലോൺ
വാർ വന്നിട്ടില്ല. ഒരു ഒക്കേഷണൽ ആയിട്ടുള്ള പിൻ പോയിന്റഡ് ആയിട്ടുള്ള പ്രിസിഷൻ ബേസ്ഡ് സ്ട്രൈക്സ് മാത്രമേ സംഭവിച്ചുള്ളൂ. എന്നാലും ആ ഇന്ത്യൻ ഏവിയേഷൻ സെക്ടറിൽ, അപ്പം ഞാനിത് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൽ ഒരു സെക്ടർ ടു വാച്ച് എന്നുള്ള രീതിയിലാണ് ഞാൻ ഏവിയേഷനെ അവതരിപ്പിക്കുന്നത്. അതൊരു പോസിറ്റീവും നെഗറ്റീവും ആയിട്ടല്ല ഞാൻ അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇൻവെസ്റ്റേഴ്സ് ഈ കൺസിഡറേഷൻ ഒന്ന് മനസ്സിൽ വെച്ചോളണം എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാനി എയർ സ്പേസും ഷട്ടാണ്. അത് മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ നോർത്ത് ആൻഡ് വെസ്റ്റ് ഭാഗങ്ങളിൽ ഏതാണ്ട് 16 എയർപോർട്ട്സ് ക്ലോസ്ഡ് ആണ്. 380 മുതൽ 480 വരെയുള്ള 380 മുതൽ 400 ഫ്ലൈറ്റ്സ് വരെ ക്യാൻസൽഡ് ആണ് ഇന്ത്യയിൽ. അപ്പോൾ ഈ ഇൻഡിഗോ, എയർ ഇന്ത്യയൊക്കെ ഏറ്റവും കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സെക്ടറാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏവിയേഷൻ സെക്ടറിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്. അത് മാത്രമല്ല, പാകിസ്ഥാൻ എയർ സ്പേസ് നമ്മൾ യൂസ് ചെയ്യാത്ത കാരണം നമ്മൾ ഈ പ്രോഗ്രാമിൽ പലപ്പോഴും പറഞ്ഞിരുന്നു. അതായത് ഇന്ത്യൻ എയർക്രാഫ്റ്റ്സിന് മേ ബി യൂറോപ്പിലേക്ക് പോകുന്ന സെക്ടേഴ്സിലുള്ള ഫ്ലൈറ്റ്സിന് കൂടുതലും അതൊരു ഡീവിയേഷൻ എടുത്ത് വേറൊരു റൂട്ടിൽ കൂടി പോണ്ടിയിരിക്കുന്നു. വേറൊരു റൂട്ടിൽ കൂടി പോകുമ്പോൾ 2-3 കാര്യങ്ങൾ, ഒരു എക്സ്പെൻസസ് കൂട്ടാം, ട്രാവലിൻ്റെ ടിക്കറ്റ് റേറ്റ് കൂട്ടാനുള്ള എക്സ്പെൻസുകൾക്ക് സാധ്യതയുണ്ട്. കാരണം ചിലപ്പോൾ ഒരു ലേ ഓവർ നമുക്ക് വേണ്ടി വരും. ഒരു 60 മിനിറ്റ്സോ 90 മിനിറ്റ്സോ ലേ ഓവർ വേറെ ഏതെങ്കിലും രാഷ്ട്രത്തിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ നമ്മൾ എടുക്കേണ്ടി വരും. ഒന്ന്. രണ്ടാമത്, കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് കാരണം കൂടുതൽ ഏവിയേഷൻ ഫ്യൂല് നമ്മൾ ക്യാരി ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പറയുന്ന പോലെ ഫ്ലൈറ്റിൻ്റെ കോസ്റ്റ് കൂടാനുള്ള എല്ലാ ചാൻസുകളുണ്ട്. അത് നേരെ ടിക്കറ്റ് റേറ്റിലേക്ക് മാറാനുള്ള സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത് കാരണം കോസ്റ്റ് ഓഫ് ട്രാവലിംഗ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ടിക്കറ്റ് പ്രൈസ് മൈറ്റ് ഇൻക്രീസ് ഇൻ ഏവിയേഷൻ സെക്ടർ. ദാറ്റ് മൈറ്റ് ബ്രിങ് ദ ഡിമാൻഡ് ഡൗൺ. അതായത് കുറച്ച് ഡിമാൻഡ് താഴേക്ക് വലിക്കാനുള്ള ചാൻസുകളുണ്ട്. ഒന്ന്. രണ്ടാമത്, ഞാൻ പറഞ്ഞ പോലെ 16 എയർപോർട്ടിലെ ഓപ്പറേഷൻസ് ക്ലോസ് ചെയ്യുകയും 380 മുതൽ 400 ഫ്ലൈറ്റ്സ് ക്യാൻസൽ ചെയ്തത് കാരണമുള്ള ഒരു റവന്യൂ ഡിപ്പും ഏവിയേഷൻ സെക്ടറിന് സംഭവിച്ചേക്കാം. അപ്പോൾ നമ്മൾ ഇത് ആലോചിക്കുക, ഒരു ഫുൾ ബ്ലോൺ വാർ ഇല്ലാതെ തന്നെ ചെറിയ ചെറിയ കോൺഫ്ലിക്ട്സിൽ പോലും ഇതേപോലെ ഒരു ഇൻഡസ്ട്രിക്ക് എങ്ങനെയാണോ അഫക്റ്റ് ചെയ്യണേ, അതേപോലെ പല ഇൻഡസ്ട്രിക്കും ഒരു ഫുൾ ബ്ലോൺ വാറായിട്ട് വരികയാണെങ്കിൽ അത് വന്നേക്കാം എന്നുള്ള. അപ്പോൾ ഒരു സെക്ടർ ടു വാച്ച് എന്നുള്ള രീതിയിൽ ഈ ഇന്ത്യ പാകിസ്ഥാൻ ഈ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ കോൺഫ്രണ്ടേഷൻ്റെ ഇടയിൽ സെക്ടർ ടു വാച്ച് എന്നുള്ള രീതിയിൽ നമ്മൾ ഏവിയേഷനെ ഒന്ന് അവതരിപ്പിക്കുന്നു. അതായത് ഇതൊന്ന് മനസ്സിൽ വെക്കണം. നിങ്ങൾ ഏവിയേഷൻ സ്റ്റോക്സ് ബൈ ചെയ്യോ അല്ലെങ്കിൽ അതിനകത്ത് ഹോൾഡ് ചെയ്യുന്നവരോ ഉണ്ടെങ്കിൽ ഇതൊരു ടെമ്പററി മാത്രമാണ്, എപ്പോഴും പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമില്ല. ബട്ട് യു നീഡ് ടു കീപ്പ് ഇൻ മൈൻഡ്, അത്രയും മാത്രം റീ റേറ്റിംഗ് ചിലപ്പോൾ സ്റ്റോക്കിന് വരണം. കാര്യം അത്രയും മാത്രം ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു ലോസ് വരികയാണെങ്കിൽ, പ്രോഫിറ്റിൽ കുറവോ അല്ലെങ്കിൽ ലോസോ അവരുടെ P&L വരികയാണെങ്കിൽ അത്രത്തോളം സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ ഒന്ന് റീ റേറ്റ് ചെയ്യും എന്നുള്ളത് പറഞ്ഞു വെക്കുന്നു. നടക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഒരു വേർഡ് ഓഫ് കോഷൻ ആഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി റാദർ ഒരു ഓബ്ലിഗേഷൻ ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞു വെക്കുന്നു എന്ന് മാത്രം. ഇന്നലത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ട് പല സർവീസുകളും റദ്ദാക്കിയതിനെ തുടർന്ന് ഇൻഡിഗോ സ്പൈസ് ജെറ്റ് ഓഹരികളിൽ ഒരു ഇടിവ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഏവിയേഷൻ സെഗ്മെന്റിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് കാണുന്നത്. സ്പൈസ് ജെറ്റിലേക്ക് വരുമ്പോൾ 1.5% ഒരു മുന്നേറ്റം ഈ മിനിറ്റിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇൻഡിഗോയിലും ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡ് നടക്കുന്നത്. ജെറ്റ് എയർവേസ്, താൽ എന്റർപ്രൈസസ് ഒക്കെ തന്നെ ഒരു ഫ്ലാറ്റ് നോട്ടിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഗ്ലോബൽ വെക്ട്ര ഹെലികോർപ്പിന്റെ ഓഹരികളിൽ 2.5% ഒരു നേട്ടവും കാണുന്നുണ്ട്. ഏതായാലും തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെയുള്ള സാഹചര്യങ്ങൾ, കാരണങ്ങൾ ഈ മേഖലയും അഫക്റ്റ് ചെയ്യാനുള്ള ഒരു നിയർ ടൈമിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു അഫക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഹോൾഡ് ചെയ്യുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും ഒരു ജാഗ്രതയോടെ തന്നെ ഈ സെക്ടേഴ്സ് വാച്ച് ചെയ്യുക. സൂരജ് സാർ, നമ്മൾ ഇനി ആഗോളതലത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫെഡറൽ റിസർവ് തന്നെയായിരുന്നു ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ടുണ്ടായിരുന്നത്. പലിശ നിരക്കിൽ ഒരു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. തുടർച്ചയായിട്ടുള്ള 3ാം തവണയും നിരക്ക് നിലനിർത്തിയിരിക്കുകയാണ് 4.5% എന്നുള്ള ഒരു നിലയിലേക്ക് തന്നെ. പണപ്പെരുപ്പത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രിറ്റി ഹൈ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു സ്റ്റാഗ്ഫ്ലേഷൻ നിലനിൽക്കുന്നു, അത്തരത്തിലുള്ള ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു കാര്യങ്ങൾ എന്ന് തന്നെ പറയാം. ഇതിന് പുറമെയായിട്ട് പറയുന്ന സമയത്ത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അപ്ഡേഷൻ കൂടി വന്നിരിക്കുകയാണ്. വളരെയധികം അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ ബഹുമാനിക്കുന്ന ഒരു രാജ്യവുമായിട്ട് ഒരു ബിഗ് ട്രേഡ് ഡീൽ നടക്കാനിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: വിത്ത് എ ലാർജ് ഹൈലി റെസ്പെക്റ്റഡ് കൺട്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള താരിഫ് സംഘർഷങ്ങൾക്കിടയിലും UK-യുമായിട്ട് ഒരു ഫ്രീ ട്രേഡ് എന്നുള്ള രീതിയിലേക്ക് ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അമേരിക്ക സൂചിപ്പിക്കുന്ന രാജ്യം UK ആകാനുള്ള ഒരു ചാൻസ് ആണോ ഉള്ളത്? മറ്റ് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് എങ്ങനെയായിരിക്കും എന്നാണ് സാറിന് തോന്നുന്നത്?
ജാസ്മിൻ, നമ്മൾ ആ ട്രേഡ് ഡീൽ വരുന്നതിന് മുമ്പേ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത് ഇന്ത്യ പാകിസ്ഥാൻ ടെൻഷൻ കാരണം അഫക്റ്റ് ചെയ്യാവുന്ന സെക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അതിലൊരു ഏവിയേഷൻ നമ്മൾ സ്പോട്ട് ലൈറ്റിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചു. അത് കൂടാതെ തന്നെ 2-3 ഇൻഫർമേഷൻ നമുക്ക് പറയാനുള്ള, ഇപ്പോൾ വാർ റിസ്ക് പ്രീമിയം ഇൻഷുറൻസ് കമ്പനിക്ക് ഭയങ്കരമായിട്ട് കൂടും. അതായത് ഇപ്പോൾ ഏവിയേഷൻ സെക്ടറിലെ മാരിടൈം സെക്ടേഴ്സിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്ലൈറ്റ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഷിപ്സിനൊക്കെ ഉള്ള ഇൻഷുറൻസ് ഈ വാറിൻ്റെയൊക്കെ ഇങ്ങനത്തേക്ക് ഒരു അൺസർട്ടനിറ്റീസ് വരുമ്പോൾ റിസ്ക് പ്രീമിയം ഭയങ്കരമായിട്ട് കൂടാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അപ്പോൾ ഏതൊക്കെയാണ് സെക്ടേഴ്സിനെ ചെറിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു എന്നുള്ളൂ. അത് മാത്രമല്ല NSE BSE സൈറ്റ് നമ്മൾ ഈ പറയുന്ന പോലെ ഓവർസീസ് ഇൻവെസ്റ്റേഴ്സിൽ നിന്നും അത് എന്താ പറയുക, അവരെ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. കാരണം എന്ന് വെച്ചാൽ സൈബർ അറ്റാക്ക്, അതായത് ഇപ്പോൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ നെർവ് സെൻറ്റർ ആണല്ലോ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റോക്ക് മാർക്കറ്റിന് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റായിട്ട് വെബ്സൈറ്റിന് ബന്ധമില്ലെങ്കിൽ പോലും അവിടെ ഒരു കറപ്റ്റഡ് ആയിട്ട് ഒരു ഡേറ്റ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ വരാതിരിക്കാൻ വേണ്ടി ഓവർസീസ് ഇൻവെസ്റ്ററിൻ്റെ ഭാഗത്ത് നിന്ന് ഉള്ള ആ വിസിറ്റിനെ ചെറുതായിട്ട് ഇന്ത്യ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ബേസിക്കലി സൈബർ അറ്റാക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം. ഇന്നലെ തന്നെ എനിക്ക് തോന്നുന്നു HPCL BPCLൻ്റെ ഏതിൻ്റെയോ വെബ്സൈറ്റിൽ, BPCL ആണെന്ന് തോന്നുന്നു, BPCLൻ്റെ വെബ്സൈറ്റിൽ ഒരു സെർവറിന് ഒരു പ്രോബ്ലം വന്നത് കാരണം ഇപ്പോൾ കേരളത്തിലും ഇന്ധനത്തിൻ്റെ മൂവ്മെൻറ്റ്, അതായത് ഈ ഓയിൽ ഫ്യൂവലിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് ഭയങ്കരമായിട്ട് സ്റ്റക്കായി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിപ്പോൾ ഈ സൈബർ വാർഫെയറിൻ്റെ ഭാഗം കൊണ്ടാണോ അല്ലെങ്കിൽ സെർവറിൻ്റെ എന്തെങ്കിലും സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ഇഷ്യൂ കൊണ്ടാണോ എന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സൈബർ അറ്റാക്കിനുള്ള ചാൻസസും വളരെ ഹൈ ആണെന്നുള്ളതാണ്. അപ്പോൾ എലോങ് വിത്ത് ദ ഫിസിക്കൽ കോൺടാക്ട് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ്, ഇതേപോലുള്ള സൈബർ ഡിജിറ്റൽ രീതിയിലുള്ള അറ്റാക്കുകളും നമ്മൾ പ്രതീക്ഷിച്ചോളണം എന്നുള്ളത് ഒന്ന് കൂട്ടിച്ചേർത്ത് വായിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാര്യം ജാസ്മിൻ ചോദിച്ചതിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ പ്രോബബ്ലി എനിക്ക് തോന്നുന്നു ജെറോം പവലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യമായിട്ടാണ് ഈ എക്സ്പോർട്ടിൻ്റെ കാര്യങ്ങളും കൂടെ മെൻഷൻ ചെയ്തു വരുന്നത്. അതായത് എക്സ്പോർട്ടിൻ്റെ ഡേറ്റാസും കൂടെ ഞങ്ങൾ കണക്കിലേക്ക് എടുക്കുന്നു എന്നുള്ളത് പറയുന്നത്. അപ്പോൾ അവർ വീണ്ടും ക്ലിയർ ആയിട്ട് പറയുന്നു മിക്കവാറും ടാരിഫിൻ്റെ ഇമ്പാക്റ്റ്, ശരിക്കും പറഞ്ഞാൽ എക്കണോമി നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, എക്കണോമിക്ക് മോശമില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞ പോലെ താരിഫിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് US എക്കണോമിക്ക് വരുന്നത്? കാര്യം ഈ 90-day മൊറട്ടോറിയം എന്ന് പറയുന്ന ഒരു വിൻഡോ തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ എന്തായാലും ഇപ്പോൾ ഈ ടാരിഫ് ഒന്നും ഇല്ല, ബട്ട് അത് കഴിഞ്ഞിട്ടായിരിക്കാം ടാരിഫ് വരുന്നത്. അപ്പം നമ്മൾ ടു ഏർലി ടു പ്രെഡിക്റ്റ് ആയി പോവോ എന്നുള്ളതാണ്. അപ്പോൾ അത് കാരണം തന്നെ ജോബ്ലെസ്നെസ് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എങ്ങനെയാണ് US എക്കണോമിയെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് ഒരു അറിവ് കിട്ടിയിട്ടില്ല. എന്തായാലും ക്രിറ്റിസിസം ഒക്കെ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നു. എന്നാലും ഞങ്ങളുടെ ജോലിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു, അതിലൊന്നും ഞങ്ങൾ ഡൈവേർട്ടഡ് ആവാൻ പോകുന്നില്ല എന്നൊരു ഇൻഫർമേഷനാണ് ജെറോം പവൽ കൊടുത്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതുവരെയുള്ള നോട്ട്സും നമുക്ക് കിട്ടുന്ന പബ്ലിക് ഡേറ്റ അനുസരിച്ചുള്ള ഒരു ഇൻഫർമേഷൻ. രണ്ടാമത് ജാസ്മിൻ പറഞ്ഞ പോലെ തന്നെ ഏതാണ്ട് US ഇപ്പോൾ പറയുന്നു വി ആർ ഓൾമോസ്റ്റ് ഡൺ വിത്ത് ഡീൽ വിത്ത് എ മേജർ കൺട്രി എന്നുള്ളതാണ്. അത് UK എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇന്ന് രാത്രി ഇന്ത്യൻ ടൈം അല്ലെങ്കിൽ US ടൈം രാവിലെ എന്നുള്ളൊരു, അപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടാൻ പോകുന്നത് ഇന്ന് വെളുപ്പാങ്കാലത്തോടു കൂടിയായിരിക്കും ഏത് കൺട്രി എന്നുള്ളത്. ബട്ട് ഈവൻ തന്നെ അതിനകത്തൊരു നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻ ഇല്ല. അതൊരു ഫുൾ ബ്ലോൺ ട്രേഡ് ആണോ അല്ലെങ്കിൽ ഒരു ട്രേഡ് എഗ്രിമെന്റ് ആണോ അതോ ഫ്രെയിം വർക്ക് ആണോ? ഇപ്പൊ നമ്മളൊരു ഫ്രെയിം വർക്ക് സംസാരിച്ചിരുന്നല്ലോ US ആയിട്ട്, അതേപോലെ എന്തെങ്കിലും ആണോ അതെങ്കിൽ ഫുൾ ട്രേഡ് എഗ്രിമെന്റ് ആണോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ അറിഞ്ഞിട്ടില്ല. ബട്ട് ഈവൻ തന്നെ അതിന്റെ ഫൈൻ പ്രിന്റ് നമ്മൾ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ നാളെ ആകുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് അതിന്റെ കൂടുതൽ ഇൻഫർമേഷൻ തരാൻ പറ്റുന്നതെന്നുള്ള. പിന്നെ ഈ ചൈനയുടെ കാര്യം കൂടി നമുക്ക് ഏതാണ്ട് മനസ്സിലായത്, ഏതാണ്ട് US ആൻഡ് ചൈന ഹാവ് ഡിസൈഡ്. ഇപ്പം നമ്മൾ എപ്പോഴും പറയുമല്ലോ, ഒരു അസുഖത്തിൻ്റെ ആദ്യത്തെ ഒരു ഡിസിഷൻ എന്താണെന്നറിയോ, നമുക്ക് അസുഖം ഉണ്ടെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പോയിന്റിൽ നമ്മളിപ്പോൾ US ചൈനയെ മനസ്സിലാക്കി എവിടെയെങ്കിലും വെച്ച് ഞങ്ങൾ ഡീലിൽ എത്തിയേ പറ്റുള്ളൂ എന്ന് പറയുന്നത്. കാര്യം US-നെ സംബന്ധിച്ച് ഒരുപാട് ചൈനീസ് ഗുഡ്സിലേക്ക് അല്ലെങ്കിൽ സർവീസസിലേക്ക് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയും, എന്നാൽ ചൈന എന്ന് പറയുന്നത് ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കൺട്രിയും, അതിൽ നല്ലൊരു മേജർ എക്സ്പോർട്സ് US-ലേക്കായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇൻഡിസ്പെൻസിബിൾ ആണ്. അപ്പോൾ ഒരു ചൈന ഉണ്ടെങ്കിലേ US ഉള്ളൂ, US ഉണ്ടെങ്കിലേ ചൈനയുള്ളൂ എന്നുള്ള രീതിയിലേക്ക് മാറി എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഇവർ എന്തൊക്കെ ആം ട്വിസ്റ്റിംഗ് ചെയ്താലും ഗ്ലോബൽ ട്രേഡിൽ അവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് എത്തിയേ പറ്റൂ എന്നുള്ള റിയലൈസേഷൻ ഒരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് എവിടെയെങ്കിലും ഇതിൻ്റെ ഒരു ടോക്ക് തുടങ്ങും. ഐസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു റിലീഫ് ആയിട്ടുള്ള ന്യൂസുകൾ സിസ്റ്റത്തിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് വായിക്കേണ്ടത് UK ട്രേഡ് ഡീലാണ്. നമ്മൾ ഇന്നലെയും ഓപ്പറേഷൻ സിന്ദൂർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ പ്രോബബ്ലി നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ ഇന്ത്യയും UKയും തമ്മിലുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, അതായത് 99% ഓഫ് ദ ഗുഡ്സും ബെനിഫിറ്റ് ചെയ്യാവുന്ന രീതിയിലേക്കുള്ള ഒരു ട്രേഡ് ഡീൽ എത്തിയതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ ബെനിഫിറ്റ് ചെയ്യാവുന്ന സെക്ടേഴ്സും സ്റ്റോക്സും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ അതിന്റെ കണ്ടിന്യൂവേഷൻ എന്ന രീതിയിൽ സ്റ്റോക്സ് ടു വാച്ച് എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്നും പ്രേക്ഷകരുടെ മുന്നിലേക്ക് കുറച്ച് സ്റ്റോക്കുകളും സെക്ടറുകളും അവതരിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക,
ഇന്ത്യയും യു കെയും തമ്മിൽ ഡീൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് നമ്മളിപ്പോൾ ഒരുമാതിരി നമ്മൾ പറഞ്ഞല്ലോ 99% ഓഫ് ഗുഡ്സും നമ്മൾ ഏതാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണ്ട് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റിലേക്ക് വന്നെങ്കിൽ പോലും ഇന്ത്യ വളരെ കോഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തത് കുറച്ച് പ്രോഡക്ട്സിലാണ്. അതിലൊന്ന് ഡയറി പ്രോഡക്ട്സ്, ആപ്പിൾ, ചീസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യ കോഷ്യസ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ലോക്കൽ ഫാർമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിരിക്കും എന്നുള്ളൊരു ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടുന്നത്. ഇന്ത്യ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇന്ത്യ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ലോക്കൽ ഫാർമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ്. അത് യു കെയും ഒരു വിധത്തിൽ സപ്പോർട്ട് ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു മുന്നോട്ട് പോയി എന്നുള്ള. അപ്പോൾ അതേപോലെ തന്നെ ഇതൊരു ടെംപ്ലേറ്റ് ആയിരിക്കാം നമ്മൾ യൂറോപ്യൻ യൂണിയനായിട്ടും നമ്മൾ US ആയിട്ടും സൈൻ ചെയ്യാൻ പോകുന്ന ട്രേഡ് ഡീൽ. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇത്രയും ഫാർമേഴ്സ് ബിലോ പോവർട്ടി ലൈനിലുള്ള ഫാർമേഴ്സ് ആയതുകൊണ്ട് ഇന്ത്യ മേ ടേക്ക് അപ്പ് ദ കേസ് വിത്ത് US ഓൾസോ. അതായത് ഞങ്ങളുടെ ഫുഡ് പ്രോസസ്സിംഗ് സെക്ടർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫാമിംഗ് സെക്ടറിലേക്ക് നിങ്ങൾ അതിനകത്ത് കൈകടത്താതെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമുക്കിപ്പോൾ ഡിഫൻസിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ആൻഡ് ഗ്യാസ് റിലേറ്റഡ് സാധനങ്ങളായാലും അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളായാലും നമുക്ക് അതിൻ്റെ പേരിൽ നമുക്ക് ടാരിഫിന് നെഗോസിയേഷൻസ് കൊണ്ടുവരാം. ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ഫാർമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങളും കൂടെ സഹായിക്കണം എന്നൊരു രീതിയിലേക്ക് ഇന്ത്യ പ്ലീഡ് ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അത് നടക്കാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ ഈ പറയുന്ന പോലെ ഫാമിംഗ് അഗ്രികൾച്ചർ സെക്ടേഴ്സിൽ ഉൾപ്പെടുന്ന സ്റ്റോക്കുകൾ പൊതുവെ ഈ ട്രേഡ് ടാരിഫിൽ നിന്നും രക്ഷപ്പെടാനുള്ള ചാൻസുകളുണ്ട്. അതുകൊണ്ട് ഒരു ഇന്ത്യൻ ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ വക സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഈ സെക്ടറിന്റെ കീഴിൽ വരുന്ന സ്റ്റോക്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഒന്ന് വാച്ച് ലിസ്റ്റിലേക്ക് വയ്ക്കാം എന്നുള്ളത് നമ്മളൊന്ന് പറഞ്ഞു വെക്കുന്നേ ഉള്ളൂ. പിന്നെ അതുകൂടാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഷ്രിമ്പ്, അതായത് ഇപ്പോൾ നമ്മൾ ഷ്രിമ്പ് എക്സ്പോർട്സ് നമുക്കിപ്പോൾ കേരളത്തിലും ഇപ്പോൾ ഉണ്ടല്ലോ. നമുക്കിപ്പോൾ നമ്മുടെ മെയിൻ കമ്പനികളായ അവന്തി ഫീഡ്സും ആപ്പെക്സ് ഫ്രോസൺ ഫുഡ്സും ഒക്കെയാണ് നമ്മൾ അതിനകത്ത് നമ്മൾ പറഞ്ഞത്. അപ്പം നമ്മൾ US വന്ന ടാരിഫിന്റെ ഒരു പ്രോബ്ലം കാരണം ഈ സെക്ടേഴ്സിനും സ്റ്റോക്സിനും ഒരു നെഗറ്റീവായിട്ട് നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് കൂടുതൽ ഫൈൻ പ്രിന്റ് വായിക്കുമ്പോൾ ഇന്ത്യയും UK തമ്മിലുള്ള ട്രേഡ് ഡീലിൽ ഇതേപോലെ ഒരു പുതിയൊരു മാർക്കറ്റ് ഈ ഷ്രിമ്പ് ഇൻഡസ്ട്രിക്ക് തുറന്നു വരാനുള്ള ചാൻസ് ഉണ്ട്. ബഫലോ മീറ്റിനും ഷ്രിമ്പിനും ഒക്കെ വരാനുള്ള ചാൻസുകൾ ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണോ നമുക്ക് US നിന്ന് റെസ്ട്രിക്ഷൻസ് വരുന്നത്, ഈ പറയുന്ന പോലെ UK എന്ന് പറയുന്ന പുതിയ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് വരുന്നു. ഇനിയുള്ള ഫർദർ ടോക്സിൽ യൂറോപ്യൻ യൂണിയനായിട്ടുള്ള ഡീലും കൂടി നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവർക്കുള്ള ചാൻസസ് കുറച്ചുകൂടി ഹൈ ആവുന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കാം, നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ഷ്രിമ്പ് ഇൻഡസ്ട്രിക്ക് അത്ര നെഗറ്റീവ് ആവില്ല. കാര്യം നമ്മുടെ കോമ്പറ്റീറ്ററായ ഇക്വഡർ ആണെങ്കിലും വിയറ്റ്നാമിലൊക്കെ ആണെങ്കിലും അവർക്കും ടാരിഫ് US വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ US എന്നുള്ള പർച്ചേസ് കമ്പയറബിൾ കൺട്രീസിൽ വരുമ്പോൾ ചിലപ്പോൾ ഇന്ത്യ അവിടെയും ഇന്ത്യൻ കമ്പനികൾക്ക് അവിടെയും ഒരു രക്ഷ നേടിയേക്കാം എന്നുള്ളത് നമുക്കൊന്ന് പറഞ്ഞു വെക്കാതിരിക്കാൻ വയ്യ. അപ്പോൾ ആ ഒരു സെക്ടറും കൂടെ ഇൻവെസ്റ്റേഴ്സ് ഒന്ന് മനസ്സിൽ വെക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ലിക്കർ ഇൻഡസ്ട്രി നമ്മളിപ്പോൾ ഇന്നലെ പറഞ്ഞു, അതായത് ഇപ്പോൾ ഇന്ത്യ UK ഡീൽ സൈൻ ചെയ്യുമ്പോൾ UKയിൽ നിന്നുള്ള ലിക്കേഴ്സ് ഇന്ത്യയിലേക്ക് വരാനുള്ള ചാൻസസ് ഹൈ ആണ്. അത് നമ്മൾ ഇന്നലെ അവതരിപ്പിച്ചത് അല്ലെങ്കിൽ പൊതുവേ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മൾ നെഗറ്റീവ് ഫോർ ഇന്ത്യൻ ഡിസ്റ്റിലറീസ് എന്നാണ്. അപ്പോൾ നമ്മൾ യുണൈറ്റഡ് സ്പിരിറ്റ്സിനും റാഡിക്കോ കൈത്താനും ഒക്കെ നമ്മൾ അതൊരു നെഗറ്റീവായിട്ട് പറഞ്ഞു. ബട്ട് ഈവൻ തന്നെ ഇപ്പം നമ്മൾ അത് ഫൈൻ പ്രിന്റ് വായിക്കുമ്പോൾ നമ്മളൊരു കറക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ UKയിൽ നിന്ന് വരുന്ന വിസ്കിയും ജിന്നും കൂടുതലും പ്രീമിയം കാറ്റഗറിയിലേക്ക് ആയിരിക്കാം. അപ്പോൾ പ്രീമിയം കാറ്റഗറിയിലേക്ക് വരുമ്പോൾ മിക്കവാറും നമ്മുടെ ഇവിടെയുള്ള ലാർജർ കൺസംഷൻ കംപ്ലീറ്റ് മിഡ് ടയറിലും അല്ലെങ്കിൽ ലോവർ ലെവലിലുമാണ് മാസ് ആയിട്ടുള്ള ഒരു കൺസംഷൻ വരുന്നത് ലിക്കറിന്റെ കാറ്റഗറിയിൽ, ജിന്നിന്റെ കാറ്റഗറിയിൽ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വലിയൊരു കോമ്പറ്റീഷൻ നമുക്ക് ചിലപ്പോൾ ഫേസ് ചെയ്യാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അതിനൊരു പ്ലസ് പോയിന്റും കൂടെ വന്നു എന്നുള്ളതാണ് ഫൈൻ പ്രിന്റ് വായിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്. അതായത് ഇന്ത്യയിൽ പല ഹൈ റേറ്റഡ് വിസ്കീസ് ഉണ്ട്. ഈ വിസ്കിക്ക് ഒരു പുതിയ മാർക്കറ്റും കൂടെ ഓപ്പൺ ചെയ്ത് കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ എപ്പോഴും ഒരു വിസ്കി അല്ലെങ്കിൽ ലിക്കർ സെക്ടറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കൂടെ ചേർത്ത് ഡിസ്ക്ലൈമർ പറയണമല്ലോ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. എങ്കിലും നമ്മൾ പറഞ്ഞ വിസ്കി അല്ലെങ്കിൽ ലിക്കർ സെക്ടറിനെ കുറിച്ച് പറയുമ്പോൾ യുണൈറ്റഡ് സ്പിരിറ്റ്സ്, റാഡിക്കോ കൈത്താൻ, തിലക് നഗറൊക്കെയാണ് പറയുന്നതെങ്കിലും ദർ ഈസ് എ കമ്പനി കോൾ പിക്കാഡ്ലി ആഗ്രോ. ഈ പിക്കാഡ്ലി ആഗ്രോന് ഇന്ദ്രി എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്. ഇന്ദ്രി എന്ന് പറയുന്ന വിസ്കി സിംഗിൾ മോൾട്ട് വിസ്കി. സിംഗിൾ മോൾട്ട് വിസ്കി എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഡിസ്റ്റിലറിയിൽ നിന്ന് വരുന്ന വിസ്കി, അതായത് ഒരൊറ്റ ഡിസ്റ്റിലറിയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ഫെർമെന്റ് ചെയ്ത് വരുന്ന ഒരു വിസ്കിയാണ് നമ്മൾ സിംഗിൾ മോൾട്ട് വിസ്കി എന്ന് പറയുന്നത്. ആ വിസ്കി ഇന്ദ്രിയുടെ എനിക്ക് തോന്നുന്നു അതിന് ദിവാലി കളക്ടേഴ്സ് എഡിഷൻ ആ ഒരു ബ്രാൻഡിന് വേൾഡിൽ വൺ ഓഫ് ദ ബെസ്റ്റ് വിസ്കി ആയിട്ട് പല ഫോറമുകളിലും അവാർഡ് കിട്ടിയത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇന്ത്യയിലെ ക്ലാസ് ആയിട്ടുള്ള ഇപ്പം വിസ്കി ബ്രാൻഡ്സിന് ചിലപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് റാംപൂർ എന്നൊക്കെ പറഞ്ഞ നല്ല ബ്രാൻഡുകൾ ഉണ്ട് ഇന്ത്യയിൽ, വളരെ ഹൈ ക്വാളിറ്റി പ്രീമിയം വിസ്കീസ്. അവർ ചിലപ്പോൾ യൂറോപ്യൻ മാർക്കറ്റിലേക്ക് എസ്പെഷ്യലി UK അവർക്കൊരു പുതിയ വാതിൽ തുറന്നു കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇത് പോസിറ്റീവായിട്ട് വന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞ പല നെഗറ്റീവ് കാര്യങ്ങൾ ചിലപ്പോൾ ഇന്ന് പോസിറ്റീവായിട്ട് ടേൺ ചെയ്തേക്കാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു ഇൻഫർമേഷൻ.
ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു സെക്ടർ ടു വാച്ച് എന്ന് മാറി നമുക്കൊരു സ്റ്റോക്ക് എന്നുള്ള രീതിയിൽ നമുക്കൊരു റിസൾട്ടുകളെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ സിംഫണി എയർ കൂളേഴ്സിന്റെ റിസൾട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആ ഇൻട്രസ്റ്റിംഗ് ആവാനുള്ളൊരു കാര്യം സാധാരണ ഈ സ്കോർച്ചിങ് സമ്മറിൽ എയർ കണ്ടീഷൻ സ്റ്റോക്സിന് നല്ല ബെനിഫിഷ്യൽ ആയിട്ട് വരും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ബ്ലൂ സ്റ്റാറിന്റെയും വോൾട്ടാസിന്റെ എസ്പെഷ്യലി ബ്ലൂ സ്റ്റാറിന്റെ റിസൾട്ട് ഇന്നലെ കുറച്ചുകൂടി വളരെ സൂക്ഷ്മതയോടെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റി. നല്ല സെയിൽസും പ്രോഫിറ്റും ഒക്കെ ആണെങ്കിലും മാർക്കറ്റ് എക്സ്പെക്ടേഷനും ഗൈഡൻസും കൊടുത്തത്ര വന്നില്ല എന്നുള്ളത് അതിന് നെഗറ്റീവായി വന്നത്. അപ്പോൾ ഈ സമ്മർ സീസൺ വേണ്ട രീതിയിൽ പ്രതിഫലിച്ചില്ല എന്നുള്ളത് നമ്മൾ പരാമർശിക്കുകയുണ്ടായി കഴിഞ്ഞ ആഴ്ച. വേണ്ട രീതിയിൽ അതായത് അതിനു മുമ്പ് വലിയൊരു ഹൈപ്പും എക്സ്പെക്ടേഷനും കൊടുത്തിട്ട് അതേപോലെ റിസൾട്ട് വന്നില്ല എന്നുള്ളത്. ബട്ട് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ സിംഫണി കൂളേഴ്സ്, അതായത് എയർ കൂളിംഗ് സെഗ്മെന്റ്, എയർ കൂളർ സെഗ്മെന്റിൽ വളരെ നല്ലൊരു റിസൾട്ടാണ് സിംഫണി കാഴ്ചവെച്ചതെന്നുള്ള നല്ല പ്രോഫിറ്റും നല്ല സെയിൽസ് ഗ്രോത്തും ഉണ്ട്. അതിന്റെ പീക്കിൽ നിന്ന് ഏതാണ്ട് 30% ഡൗൺ ആണ് സ്റ്റോക്ക്. ബട്ട് ഈവൻ ദെൻ ആ സ്റ്റോക്കിനെ നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു വാച്ച് ലിസ്റ്റിലേക്ക് ഒന്ന് നോക്കാം. എന്താണ് ഇന്നത്തെ അതിന്റെ വോളിയൂംസ്? 11% അപ്പാണ്. അപ്പൊ നമ്മൾ ഏതാണ്ട് ഈ വക കാര്യങ്ങളൊന്ന് ഒരു എന്താ പറയുക ഒരു പ്രിഫേസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ലൈവ് പോകുന്നതിന് മുമ്പേ നമ്മളൊന്ന് പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. സർ, നമ്മളിപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഡയറി പ്രോഡക്ട്സ്, അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട സെക്ടേഴ്സ്. അതിൽ നമ്മൾ ഇന്നലെ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സ്പെഷ്യലി ടെക്സ്റ്റൈൽസ് സെഗ്മെന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഗോകുൽദാസ് എക്സ്പോർട്ട്, KPR മില്ല്, അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഓഹരികളിൽ കേരള കമ്പനി അടക്കം കിറ്റക്സ് അടക്കം വലിയൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നും കിറ്റക്സിന്റെ ഓഹരികളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മുന്നേറ്റമുണ്ട്, 4%-ലധികം. ഒരു കേരള കമ്പനി കൂടി ബെനിഫിഷ്യറി ആകുന്ന ഒരു തലത്തിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ. ഈ ഒരു ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി ഈ ഇത്തരത്തിലുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റിലേക്ക് വരുന്ന സമയത്ത് മുന്നോട്ട് എത്രമാത്രം ഒരു സാധ്യതയാണ് ഉള്ളതെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ബെനിഫിഷ്യറി ആകുന്ന കമ്പനികളുടെ ഒരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ടോപ്പായിട്ട് സാർ വയ്ക്കുന്ന ഒരു സ്റ്റോക്ക് ഏതായിരിക്കും? ഇപ്പം നമ്മൾ ടെക്സ്റ്റൈൽ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ടറാണ്. നമ്മളിപ്പോൾ ഈ ടെക്സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ പണ്ട് 70-കളിലും 60-കളിലും ഒക്കെ ബോംബെയിൽ ഈ പറയുന്ന പോലെ ഏറ്റവും നന്നായിട്ട് ത്രൈവ് ചെയ്തിരുന്ന ഇൻഡസ്ട്രി ഒരു ടെക്സ്റ്റൈൽ സ്പിന്നിങ് മിൽസും ഒക്കെയാണ്. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് പറയാം, ഇന്നത്തെ ഒരു റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്ക് ഉണ്ട്, ഫീനിക്സ് മിൽസ്. അതിന്റെ പേര് മിൽസ് ആണ്. അത് പണ്ട് ബോംബെ സിറ്റിക്ക് വെളിയിൽ ഉണ്ടായിരുന്ന ഒരു മില്ലായിരുന്നു എന്നുള്ള. ഇപ്പം അതൊക്കെ സിറ്റിക്ക് അകത്തായി. കാര്യം സിറ്റി ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്ത് അർബനൈസേഷൻ ഒക്കെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ മില്ല് നടത്തുന്നതിനെക്കാട്ടിലുള്ള ലാഭം അതിനെ റിയൽ എസ്റ്റേറ്റ് ആയിട്ട് വിൽക്കുക എന്നുള്ള രീതിയിലേക്ക് മാറി. അതായത് മില്ല് നടത്തിയാൽ നമുക്ക് ഇത്ര പ്രോഫിറ്റേ കിട്ടുള്ളൂ, എന്നാൽ ഈ സ്ഥലം നമ്മൾ വിറ്റാൽ ഇതിനേക്കാളും കാശ് കിട്ടും എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോൾ ആ റിയൽ എസ്റ്റേറ്റിന്റെ ഗ്രോത്തും കൂടെ വന്നപ്പോൾ പല മിൽസും റിയൽ എസ്റ്റേറ്റ് കമ്പനിയൊക്കെ ആയിട്ട് മാറി. ഇപ്പോൾ ബോംബെ ഡൈയിങ് ഈസ് ഇൻ ടു റിയൽ എസ്റ്റേറ്റ്. റെയ്മണ്ടിന് തന്നെ നമ്മൾ അടുത്ത കാലം നോക്കേണ്ടത്, റെയ്മണ്ടിന് നമ്മൾ അറിയപ്പെടുന്ന ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെന്റ് മേക്കിംഗ് കമ്പനി എന്നുള്ളതല്ലേ. പക്ഷെ അതിന്റെ അവിടെ നിന്ന് മാറി നമ്മൾ റീറ്റെയിലിംഗ് എന്താ പറയുക അപ്പാരൽ റീറ്റെയിലിംഗ് ഉണ്ടെങ്കിൽ പോലും അതിനൊരു റിയാലിറ്റി ഡിവിഷൻ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവരുടെ പല മിൽസും റിയൽ എസ്റ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കമേഴ്സ്യൽ പ്ലോട്ടുകളും കമേഴ്സ്യൽ ബിൽഡിംഗ് ആയിട്ടും റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയിട്ടും അപ്പാർട്ട്മെന്റുകളുമായിട്ട് വിറ്റ് മാറി എന്നുള്ളതും കൂടെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ബട്ട് ഈവൻ ദെൻ ഇതിനകത്ത് പറയുന്ന പോലെ പഴയ ഒരു ഇൻഡസ്ട്രിയാണ്. നമ്മൾ ഇന്നലെയും പ്രോഗ്രാം അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞു വളരെ അണ്ടർ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ടറാണ്. നമ്മൾ ഇനിയുള്ള നമ്മുടെ യാത്രകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഓപ്പണിംഗ് അവേഴ്സിൽ നമ്മൾ എപ്പോഴും ഈ ഓട്ടോമൊബൈൽ, ഓയിൽ ആൻഡ് ഗ്യാസ്, സിമെന്റ്, പെയിന്റ്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് മാത്രമല്ല നമ്മൾ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയും കൂടുതൽ സ്പോട്ട്ലൈറ്റിലേക്ക് കൊണ്ടുവന്ന് അതിന്റെ ഇൻഫർമേഷനും അതിന്റെ സ്റ്റോക്കും കവർ ചെയ്യണമെന്ന് ഞങ്ങളും ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ റിസർച്ച് ഡെസ്കും അതിനനുസരിച്ച് റീ ഓറിയന്റഡ് ആണ് എന്നുള്ളതാണ്. പക്ഷെ അതിനകത്ത് ഈ പറയാൻ വന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ടെക്സ്റ്റൈൽസിൽ ശരിക്കും പറഞ്ഞ ഒരു ലാർജസ്റ്റ് എക്സ്പോർട്ടർ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് കിറ്റക്സ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. നമുക്ക് ഒരുപാട് കമ്പനികൾ KPR മിൽസ് ഒക്കെ ഉണ്ടെങ്കിലും അതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് കമ്പനിയായിട്ട് വരുന്നത് ഗോകുൽദാസ് എക്സ്പോർട്സ്. ഈ ഗോകുൽദാസ് എക്സ്പോർട്സിന്റെ കപ്പാസിറ്റി, അവരുടെ ആ ഒരു എക്സ്പാൻഷൻ പ്ലാൻ, ഇതെല്ലാം വെച്ചിട്ട് ഗോകുൽദാസ് എക്സ്പോർട്സ് ആണ് മിക്കവാറും അതിനകത്തൊരു സ്പോട്ട്ലൈറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കമ്പനി. അതേപോലെ വെൽസ്പൺ ലിവിങ്ങിന്റെ സ്പേസസ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റും ഒക്കെ ഉണ്ട്. ആ വെൽസ്പൺ ലിവിങ് ഇപ്പോൾ ഉദ്ദേശത്തിന് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ തന്നെ NSEയിൽ ഹയർ വോളിയം നടന്ന സ്റ്റോക്കുകളിൽ ഈ പറഞ്ഞ പോലെ ഗോകുൽദാസ് എക്സ്പോർട്സും വെൽസ്പൺ ലിവിങ്ങും ഉണ്ട്. നല്ല രീതിയിൽ സ്റ്റോക്ക് അപ്രീഷിയേറ്റ് ചെയ്തത് മാത്രമല്ല അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു വോളിയം ബമ്പപ്പും ആ സ്റ്റോക്കുകളിൽ ഉണ്ടായിരുന്നതാണ്. ബട്ട് ഓഫ് കോഴ്സ് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് കിറ്റക്സും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ KPR മിൽസും അംബിക കോട്ടണും അല്ലെങ്കിൽ വർദ്ധമാൻ ടെക്സ്റ്റൈൽസും ഒന്നും മോശമാണെന്നുള്ളതല്ല. ഇതൊക്കെ അതിനകത്തുണ്ടെങ്കിലും അതിനകത്തൊരു എന്താ പറയുക ഒരു മൈറ്റുള്ള കമ്പനി. ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസിൽ മൈറ്റുള്ളത് റിലയൻസ് ആണ്, അല്ലെങ്കിൽ പോർട്ട് സെക്ടറിൽ മൈറ്റുള്ളത് അഡാനി പോർട്ടാണ്, അല്ലെങ്കിൽ പെയിന്റ്സിന്റെ ഇടയിൽ രാജാവായ ഏഷ്യൻ പെയിന്റ്സ് ആണെന്ന് പറയും പോലെ ടെക്സ്റ്റൈൽ കമ്പനികളിൽ നമുക്ക് ഞാൻ പറയുന്നത് ഈ ഇതല്ല ടെക്സ്റ്റൈൽ റീറ്റെയിലിംഗ് അല്ല. റീറ്റെയിലിൽ ആദിത്യ ബിർള ഫാഷനും അരവിന്ദ് ഫാഷനും ഒക്കെ ഉണ്ട്. അതല്ല നമ്മൾ ഉദ്ദേശിച്ചത്. ഈ മാനുഫാക്ചറിംഗ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന പോലെ ഗോകുൽദാസ് എക്സ്പോർട്സിനാണ് ഇമ്പോർട്ടന്റ്. ബട്ട് വളരെ അണ്ടർ റേറ്റഡ് സെക്ടറാണ്. ഇന്ന് തന്നെ പേപ്പറിൽ വന്നൊരു ന്യൂസ് ഉണ്ട്. അതായത് ഇപ്പോൾ വരാൻ പോകുന്ന പല ഈവൻസിനും ഫ്ലോർ മാറ്റ്
നമ്മുടെ ആലപ്പുഴയിൽ നിന്നാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ. ഇന്ന് ബിസിനസ് സ്റ്റാൻഡേർഡ് ഫ്രണ്ട് പേജിൽ അത് കവർ ചെയ്തിട്ടുണ്ട്. പല ബിസിനസ് പത്രങ്ങളിൽ, എനിക്കൊന്നും ബിസിനസ് സ്റ്റാൻഡേർഡ് അല്ല, എനിക്കൊന്നും എക്കണോമിക് ടൈംസ് അത് കവർ ചെയ്തിട്ടുണ്ട്. ബിസിനസ് സ്റ്റാൻഡേർഡിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അത് വായിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല ഇന്നത്തെ ദിവസം, കുറച്ച് കാര്യങ്ങളായിട്ട് ബിസി ആയത് കാരണം. എക്കണോമിക് ടൈംസിൽ ഞാൻ അത് കണ്ടതാണ്. അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആയിട്ട് വരികയാണെന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് എസ്പെഷ്യലി കൊയർ എന്നുള്ള ആ ഒരു സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ അത് എങ്ങനെത്തോളം ഗവൺമെന്റ് അതിനെ പ്രോത്സാഹിപ്പിച്ച് അതിൽ നിന്ന് നല്ല നല്ല രീതിയിലേക്കുള്ള പ്രോഡക്ട്സ് ഒക്കെ വരാനും അങ്ങനെയുള്ള കമ്പനികൾ ഒരു SME ഭാഗത്ത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ SME ലിസ്റ്റിങ്ങും ഒക്കെ വന്ന് നല്ല പൈസയൊക്കെ സ്വരൂപിച്ച് അത് എക്സ്പാൻഡ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള എല്ലാ ഫെസിലിറ്റേഷനും കൂടി ചെയ്തു കൊടുക്കണമെന്നും കൂടി നമ്മൾ പറയും. സാർ, ഏതായാലും നമുക്ക് മാർക്കറ്റിന്റെ അപ്ഡേറ്റിലേക്ക് കൂടി തന്നെ പോകാം. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു നെഗറ്റീവ് ടോണിലാണ് ഇപ്പോൾ ഉള്ളത്. 30ഓളം പോയിന്റുകളുടെ ഒരു ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട്. 24,400 എന്നുള്ള ഒരു ഹൈ വരെ ഇന്ന് ഡേ ഹൈയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 24,447 നിന്നും പിന്നീട് അങ്ങോട്ട് ഇടിയുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ആദ്യ മിനിറ്റുകളുടെ മാർക്കറ്റിന്റെ പ്രതികരണവുമായിട്ട് റിസർച്ച് ഡെസ്കിൽ നിന്ന് നിഖിൽ ജോയിൻ ചെയ്യുകയാണ്. ഗുഡ് മോർണിംഗ് നിഖിൽ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. എങ്ങനെയാണ് ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ ഇതുവരെയുള്ള പെർഫോമൻസ്? ജാസ്മിൻ, മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വളരെ ഒരു ചെറിയ തരത്തിലുള്ള ഒരു ഇടിവാണ് നിഫ്റ്റി 50 സൂചികയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം 30 പോയിന്റുകൾക്ക് മുകളിലുള്ളൊരു ഇടിവോട് കൂടി 24,380 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിലവിൽ നിഫ്റ്റി 50യിൽ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സൂചിക പരിശോധിക്കുകയാണെങ്കിൽ 20 കമ്പനികൾ അഡ്വാൻസ് ആയി ട്രേഡ് ചെയ്യുമ്പോൾ 30 കമ്പനികൾ ഡിക്ലൈൻ ആയി ട്രേഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നിഫ്റ്റി 50യിലുള്ളത്. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ വളരെ മാർജിനലായ ഒരു നേട്ടം മാത്രം നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ 0.15% ഒരു നേട്ടമാണ് നിഫ്റ്റി ബാങ്കിങ് സൂചികയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. 54,697 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിൽ ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. 9 കമ്പനികൾ അഡ്വാൻസ്ഡ് ആയി 3 കമ്പനികൾ ഡിക്ലൈനാണ് നിഫ്റ്റി ബാങ്കിൽ നിലവിൽ ഇപ്പോൾ പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി 50യിലെ ഒരു ടോപ്പ് ഗെയിനേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഓഹരികൾ അതിൻ്റെ മികച്ച പെർഫോമൻസ് ഇപ്പോഴും തുടരുന്നതായി കാണാം. ഏകദേശം 2.5% മുകളിലുള്ള നേട്ടത്തിലേക്ക് ടാറ്റ മോട്ടോഴ്സ് കടന്നിരിക്കുന്നു. കോൾ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കോൾ ഇന്ത്യ ഇപ്പോൾ ഏകദേശം 1.5% ഒരു നേട്ടമാണ് കോൾ ഇന്ത്യയുടെ ഓഹരികളിൽ നിലവിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. കോൾ ഇന്ത്യയെ പറ്റി പരിശോധിക്കുകയാണെങ്കിൽ കോൾ ഇന്ത്യയുടെ 4ാം പാദഫലങ്ങളും മറ്റുമൊക്കെ വന്നിരുന്നു. നിലവിൽ കമ്പനിക്ക് സിറ്റി ബാങ്ക് നൽകിയിരിക്കുന്ന ഒരു ബ്രോക്കറേജ് റിപ്പോർട്ട് കൂടി നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അത് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിക്ക് ഒരു ന്യൂട്രൽ റേറ്റിംഗ് ആണ് നിലവിൽ സിറ്റി നൽകിയിരിക്കുന്നത്. ഒരു ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പറയുന്നത് 390 രൂപയുടെ ഒരു ടാർഗറ്റ് പ്രൈസ് ആണ് പറയുന്നത്. കോൾ ഇന്ത്യയുടെ ഓഹരി പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 390 അടുത്ത് തന്നെയുള്ള നിരക്കിൽ നിലവിൽ ട്രേഡ് ചെയ്യുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കമ്പനിയുടെ ഒരു 4ാം പാദഫലം പരിശോധിക്കുകയാണെങ്കിൽ എബിഡയിലും മറ്റുമൊക്കെ കമ്പനിക്ക് വിചാരിച്ച തരത്തിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നൊരു വിവരമാണ് സിറ്റി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കമ്പനിയുടെ റിയലൈസേഷൻ നോക്കുകയാണെങ്കിലും വോളിയംസ് പരിശോധിക്കുകയാണെങ്കിലും ഇയർ ഓൺ ഇയറിൽ ഒരു ഫ്ലാറ്റിഷ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് നിലവിൽ കോൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. കൂടാതെ ഈ ഓപ്ഷൻ റിയലൈസേഷനും മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ കമ്പനിക്ക് ഒരു 2% ഇടിവുണ്ടാകാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇയർ ഓൺ ഇയർ പരിശോധിക്കുമ്പോൾ ഒരു 2% നേട്ടമാണ് ഈ ഓപ്ഷൻ റിയലൈസേഷൻസ് വഴി കമ്പനിക്ക് നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കൂടാതെ ഈ ഓപ്ഷൻ്റെ പ്രൈസസ് ഒരു ഹോൾഡ് അപ്പ് ചെയ്ത് നിൽക്കുന്നതും കമ്പനിക്ക് ഇപ്പോഴൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഒരു 5 ഇയേഴ്സ് ട്രേഡിംഗ് ആവറേജിൻ്റെ ആ ഒരു നിരക്കിൽ ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും കോൾ ഇന്ത്യയുടെ പ്രൈസ് കാര്യമായി ഇനി ഉയരില്ല എന്നൊരു കാര്യമാണ് നിലവിൽ സിറ്റി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കമ്പനിയുടെ ഒരു വാല്യുവേഷൻസ് നോക്കുകയാണെങ്കിൽ ഒരു ഡൗൺ സൈഡിലേക്ക് പോകാനുള്ളൊരു കാര്യമാണ് നിലവിൽ അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രൈസ് നോക്കുകയാണെങ്കിൽ മുകളിലേക്ക് നയിക്കാനുള്ള ഒരു ട്രിഗേഴ്സ് പ്രൈസിൻ്റെ കാര്യത്തിൽ ഇല്ല എന്നൊരു കാര്യം കൂടിയാണ് സിറ്റി നിലവിൽ കോൾ ഇന്ത്യയെ പറ്റിയിട്ട് ഒരു കമൻറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റ് ഓഹരികളിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽ കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ ഓഹരി പരിശോധിക്കുകയാണെങ്കിൽ 1.25% ഒരു നേട്ടമാണ് കോട്ടക് മഹീന്ദ്ര ബാങ്ക് കാഴ്ചവെക്കുന്നത്. HCL ടെക്കിൻ്റെ ഓഹരി നോക്കുമ്പോൾ 1% മുകളിലും ആക്സിസ് ബാങ്ക് ഓഹരികൾ ഏകദേശം 0.25% ഒരു നേട്ടവും കാഴ്ചവെക്കുന്നു. ടോപ്പ് ലൂസേഴ്സിലേക്ക് വരികയാണെങ്കിൽ ITCയുടെ ഓഹരികൾ ഇപ്പോൾ FMCG കമ്പനിയായിട്ടുള്ള ITCയുടെ ഓഹരികൾ 1.5% ഒരു ഇടിവിലേക്ക് കടന്നിരിക്കുന്നു. ഡോക്ടർ റെഡ്ഡീസിൻ്റെ ഓഹരി പരിശോധിക്കുകയാണെങ്കിലും ഇപ്പോൾ ഏകദേശം 1%, ടാറ്റ കൺസ്യൂമേഴ്സ് 1.5% മുകളിലുള്ളൊരു ഇടിവും രേഖപ്പെടുന്നു. അപ്പോളോ ഹോസ്പിറ്റൽസ് പരിശോധിക്കുകയാണെങ്കിൽ 1% മുകളിൽ മാരുതി സുസുക്കിയുടെ ഓഹരികൾ നിലവിൽ 1.25% മുകളിലേക്ക് വീഴുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് നിലവിൽ കടക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു നേട്ടമാണ് നിഫ്റ്റി ബാങ്കിൽ നിലവിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് ഏകദേശം 0.16% നേട്ടത്തോടു കൂടി 54,700 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിൽ നിലവിൽ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലെ ഒരു ടോപ്പ് ഗെയിനറായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത് AU സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഓഹരിയാണ്. ഏകദേശം 2.5% മുകളിലുള്ള നേട്ടം AU സ്മോൾ ഫിനാൻസ് ബാങ്ക് കാഴ്ചവെക്കുന്നു. കോട്ടക് മഹീന്ദ്ര ബാങ്ക് നോക്കുകയാണെങ്കിൽ 1.25% ഒരു നേട്ടം കോട്ടക് മഹീന്ദ്ര ബാങ്ക്. IDFC ഫസ്റ്റ് ബാങ്ക് വളരെ മികച്ച രീതിയിൽ
രീതിയിലുള്ള ഒരു പെർഫോമൻസോടുകൂടി 2.5% ഒരു നേട്ടം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ആക്സിസ് ബാങ്ക് 1%, കാനറ ബാങ്ക് 0.25% മുകളിലുള്ളൊരു നേട്ടമാണ് നിഫ്റ്റി ബാങ്കിങ് സൂചികയിൽ നിന്ന് കാഴ്ചവെക്കുന്നത്. ടോപ്പ് ലൂസേഴ്സിലേക്ക് കടക്കുകയാണെങ്കിൽ HDFC ബാങ്കിന്റെ ഓഹരികൾ നിലവിൽ 1% മുകളിൽ വീഴുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്ക് 0.5%, ഇൻഡസിൻഡ് ബാങ്ക് 0.5% മുകളിലുമുള്ളൊരു ഇടിവും ഇപ്പോൾ നിലവിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റ് സെക്ടറൽ സൂചികകളുടെ പ്രകടനം പരിശോധിക്കുകയാണെങ്കിൽ വളരെ മിക്സഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് സെക്ടറൽ സൂചികകളുടെ ഭാഗത്തു നിന്നുള്ളത്. നിഫ്റ്റി ഓട്ടോ നിലവിൽ ഒരു മാർജിനലായിട്ടുള്ള ഒരു ഇടിവിലേക്ക് കടന്നിരിക്കുന്നു. നിഫ്റ്റി ഓട്ടോ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ 23,084 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ഓട്ടോയിൽ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സൂചികയിൽ നിന്ന് 6 കമ്പനികൾ അഡ്വാൻസ് ആയി ട്രേഡ് ചെയ്യുമ്പോൾ 9 കമ്പനികൾ ഡിക്ലൈൻ ആയി ട്രേഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണുള്ളത്. നിഫ്റ്റി എനർജിയിലേക്ക് കടക്കുകയാണെങ്കിൽ 0.5% ഒരു നേട്ടത്തിലേക്ക് നിഫ്റ്റി എനർജി എത്തിയിരിക്കുന്നു. 40 കമ്പനികളുള്ള ഒരു സൂചികയിൽ നിന്ന് നിലവിൽ 23 കമ്പനികളും അഡ്വാൻസ്ഡായും 17 കമ്പനികൾ ഡിക്ലൈനായും ട്രേഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നിഫ്റ്റി എനർജിയെ സംബന്ധിച്ചിടത്തോളം. FMCGയിലേക്ക് കടക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇടിവ് ഏകദേശം ഒരു 0.25% ആയ ഒരു കാഴ്ചയാണ് നിഫ്റ്റി FMCGയിൽ പ്രകടമാകുന്നത്. വെറും 4 കമ്പനികൾ മാത്രം അഡ്വാൻസ് ആയി ട്രേഡ് ചെയ്യുമ്പോൾ 11 കമ്പനികൾ FMCGയിൽ നിന്ന് ഒരു ഇടിവ് രേഖപ്പെടുന്നു. ഇൻഫ്രാസ്ട്രക്ചർ പരിശോധിക്കുകയാണെങ്കിൽ ഒരു മാർജിനലായ നേട്ടമാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി IT നോക്കുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് നിഫ്റ്റി ITയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. 0.5% ഒരു നേട്ടമാണ് നിഫ്റ്റി IT സൂചിക ഇപ്പോൾ പ്രകടമാക്കുന്നത്. ഇപ്പോൾ ഒരു മികച്ച മൂവ്മെന്റ് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സൂചിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഫ്റ്റി മീഡിയ ആണ്. ഏകദേശം 1.25% ഒരു നേട്ടത്തോടു കൂടി 1544 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി മീഡിയയിൽ ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. നിഫ്റ്റി മീഡിയയിൽ ടോപ്പ് ഗെയിനറായിട്ട് നിലവിലുള്ളത് നസാറ ടെക്നോളജീസിന്റെ ഓഹരികളാണ്. ഏകദേശം 2% മുകളിലൊരു നേട്ടമാണ് നസാറ ടെക്നോളജീസും നെറ്റ്വർക്ക് 18 ഓഹരികളും ഇപ്പോൾ പ്രകടമാക്കുന്നത്. സി എന്റർടൈൻമെന്റ്സ് നോക്കുകയാണെങ്കിൽ 2.25%, ഡിഷ് TV 1% മുകളിലും, ഡെൻ നെറ്റ്വർക്ക്സ് 1.25% ഒരു നേട്ടവും കരസ്ഥമാക്കുമ്പോൾ ഇപ്പോൾ ലോസറായിട്ട് നിലവിൽ കാണാൻ സാധിക്കുന്നത് സരിഗമയുടെ ഓഹരികളാണ്. സരിഗമ ഏകദേശം 0.5% ചേർന്ന് നിൽക്കുന്ന ഒരു ഇടിവിലേക്ക് കടന്ന ഒരു വാർത്തയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റു ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ സൺ TV ആയാലും ടിപ്സിന്റെ ഓഹരികളായാലും ഒക്കെ 0.25%, 1% ഉള്ളൊരു നേട്ടം രേഖപ്പെടുന്നു. PVR ഐനോക്സിന്റെ ഭാഗത്ത് നിന്നും വളരെ മികച്ച പെർഫോമൻസ് ഉണ്ടാകുന്നു. 1.25% മുകളിലുള്ള നേട്ടം PVR ഐനോക്സും കരസ്ഥമാക്കുന്നു. നിഫ്റ്റി IT നോക്കുകയാണെങ്കിൽ നിലവിൽ 0.5% ഒരു നേട്ടത്തോടു കൂടി 36,088 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ITയിൽ നിലവിൽ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി ITയിലെ ഒരു ടോപ്പ് ഗെയിനറായിട്ട് നിലവിൽ കാണാൻ സാധിക്കുന്നത് കൊഫോർജിന്റെ ഓഹരികളാണ്. ഏകദേശം 2.25% ഒരു നേട്ടം കൊഫോർജിന്റെ ഓഹരികൾ രേഖപ്പെടുന്നു. HCL ടെക് നോക്കുകയാണെങ്കിൽ 1.25%, ടാറ്റ കൺസൾട്ടൻസീസ് 0.5% മുകളിലുള്ള ഒരു നേട്ടം ടാറ്റ കൺസൾട്ടൻസീസും ടെക് മഹീന്ദ്രയും രേഖപ്പെടുത്തുമ്പോൾ പെർസിസ്റ്റന്റ് സിസ്റ്റത്തിന്റെ ഓഹരികൾ 0.5% ഒരു നേട്ടവും രേഖപ്പെടുന്നു. ഒരു ഇടിവ് നേരിടുന്ന ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ എംഫോസിസ് ഓഹരികൾ 0.5%-ഉള്ളൊരു ഇടിവിലേക്ക് കടന്നിരിക്കുന്നു. ഇൻഫോസിസിലെ ഒരു ഇടിവ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 0.5%-ഓട് ചേർന്ന് നിൽക്കുന്ന ഒരു ഇടിവ് തന്നെയാണ് ഇൻഫോസിസിന്റെ ഭാഗത്ത് നിന്നും കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൂചിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഫ്റ്റി ഫാർമ സൂചികയാണ്. ഏകദേശം 0.25%-ഓട് ചേർന്ന് നിൽക്കുന്ന ഒരു ഇടിവ് നിഫ്റ്റി ഫാർമയിൽ കാണാൻ സാധിക്കും. നിലവിൽ 21,304 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ഫാർമയിൽ ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. നിഫ്റ്റി ഫാർമയിലെ ഒരു ടോപ്പ് ഗെയിനറായിട്ട് നിലവിൽ കാണാൻ സാധിക്കും JB കെമിക്കൽസ് ആൻഡ് ഫാർമയാണ്. ഏകദേശം 1.25%-നും 1.5%-നും ഇടയിലുള്ള ഒരു നേട്ടമാണ് JB കെമിക്കൽസ് ആൻഡ് ഫാർമ കരസ്ഥമാക്കുന്നത്. മാൻകൈൻഡ് ഫാർമ നോക്കുകയാണെങ്കിൽ 0.25%-ന്റെ ഒരു നേട്ടവും നാറ്റ്കോ ഫാർമ 0.5%-ന്റെ ഒരു പെർഫോമൻസുമാണ് നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു ഓഹരികളിലേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വലിയ കമ്പനികളായിട്ടുള്ള സൺഫാർമയുടെ ഓഹരികൾ നിലവിൽ 0.5%-ന്റെ ഇടിവിലേക്ക് കടന്നിരിക്കുന്നു. ബയോകോൺ നോക്കുകയാണെങ്കിലും ഗ്ലെൻമാർക്ക് ഫാർമ നോക്കുകയാണെങ്കിൽ ഒരു 0.5%-ന്റെ ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. ഓറോബിന്ദോ ഫാർമയുടെ ഓഹരികൾ നിലവിൽ 1.25%-ന്റെ ഒരു ഇടിവിലേക്ക് കടന്നിരിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തായി മറ്റൊരു ബ്രോക്കറേജ് റിപ്പോർട്ട് പരിശോധിക്കാനുള്ളത് വോൾട്ടാസിന് CLSA ഒരു ഹോൾഡ് റേറ്റിംഗ് നൽകിയിരിക്കുകയാണ്. കമ്പനിയുടെ ഒരു ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന 1375 രൂപയുടെ ഒരു ടാർഗറ്റ് പ്രൈസ് ആണ് നൽകിയിരിക്കുന്നത്. വോൾട്ടാസിന്റെ ഓഹരി പരിശോധിക്കുകയാണെങ്കിൽ 1245 എന്നൊരു നിരക്കിലാണ് ഇപ്പോൾ ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. CLSA ഇപ്പോൾ വോൾട്ടാസിനെ പറ്റി കമന്റ് ചെയ്തിരിക്കുന്നത് തങ്ങളുടെ എസ്റ്റിമേറ്റിനനുസരിച്ചുള്ളൊരു പ്രകടനം വോൾട്ടാസിന് കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചില്ല എന്നൊരു കാര്യമാണ് CLSAയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. കൂളിംഗ് പ്രൊഡക്ട്സും മറ്റ് പരിശോധിക്കുകയാണെങ്കിലും കമ്പനിയുടെ മാർജിൻസിൽ ഒരു ഇടിവുണ്ടായിരിക്കുന്നു. സെക്കൻഡറി സെയിൽസിലേക്ക് കടക്കുകയാണെങ്കിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പരിശോധിക്കുമ്പോൾ കമ്പനിക്ക് 19%-ന്റെ ഒരു ഇടിവിനെ നേരിടേണ്ടി വന്നിരിക്കുന്നു. EMP റവന്യൂ മറ്റും നോക്കുകയാണെങ്കിൽ ഒരു 4%-ന്റെ ഒരു നേട്ടം ഇയർ ഓൺ ഇയറിൽ കമ്പനിക്ക് കരസ്ഥമാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നു. എങ്കിൽ കൂടിയും ഓപ്പറേറ്റിംഗ് മാർജിൻസ് ലെവലൊക്കെ നോക്കുമ്പോൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു നേട്ടത്തിലെത്താൻ വേണ്ടി കമ്പനിക്ക് സാധിച്ചില്ല എന്നൊരു നിഗമനമാണ് CLSA ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ഇൻവെന്ററി ലെവൽസ് മറ്റുമൊക്കെ കമ്പനിക്ക് വർദ്ധിച്ചു വരുന്നതും കമ്പനിക്ക് ഒരു പ്രശ്നമാണ്. കൂടാതെ അൺസീസൺ ആയിട്ടുള്ള ഒരു റെയിൻഫോൾ
റെയിൻഫോൾ ഉണ്ടാവുകയാണെങ്കിൽ കമ്പനിയുടെ സെയിൽസിൽ ഇനിയും ഒരു ഇടിവുണ്ടാകാനുള്ള ഒരു സാധ്യത വർദ്ധിക്കും എന്നുള്ളൊരു കാര്യം കൂടിയാണ് നിലവിൽ CLS ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കൂടാതെ ചാനൽ ചെക്സും മറ്റു കാര്യങ്ങളുമൊക്കെ ഇൻഡസ്ട്രി വോളിയം ഗ്രോത്തും ഒക്കെ ഒരു വീക്കായി തുടരുന്നു എന്നൊരു നിഗമനമാണ് നിലവിൽ CLS ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അടുത്തായി നമ്മൾ മാർക്കറ്റിലേക്ക് മടങ്ങിയെത്തുകയാണെങ്കിൽ നിലവിലെ നിഫ്റ്റി പരിശോധിക്കുകയാണെങ്കിൽ വളരെ മാർജിനലായ ഒരു ഇടിവ്, അതായത് 20 പോയിന്റുകളുടെ ഒരു നഷ്ടത്തോടു കൂടി 24,394 എന്നൊരു നിരക്കിൽ 20 കമ്പനികൾ അഡ്വാൻസ്ഡായി 30 കമ്പനികൾ ഡിക്ലൈനായും ട്രേഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം 0.15% ഒരു നേട്ടത്തോടു കൂടി 54,690 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിൽ ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. ജാസ്മിൻ, ഇതൊക്കെയാണ് നമുക്ക് ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ള പ്രധാന മാർക്കറ്റ് അപ്ഡേറ്റുകൾ. എസ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ പെർഫോമൻസിന്റെ ഡീറ്റെയിൽസ് ആണ് റിസർച്ച് ഡെസ്കിൽ നിന്ന് നിഖിൽ നൽകിയത്. സുരജ് സർ, നമ്മൾ ഇപ്പോൾ നിഖിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു PVRന്റെ ഓഹരികളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1% ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന്. ലാസ്റ്റ് ക്വാർട്ടർ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിന്റെ കാര്യം എടുത്താലും ഗ്ലോബലി ഏറ്റവും വലിയൊരു പ്ലെയറാണ്. നെറ്റ്ഫ്ലിക്സിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ക്വാർട്ടറിലെ റിപ്പോർട്ടുകളെ സംബന്ധിച്ചിടത്തോളം എക്സ്പെക്ടേഷനെ മറികടക്കുന്ന രീതിയിലേക്ക് മാറുന്നു. റവന്യൂ ഗൈഡൻസ് നന്നാവുന്നു. തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിലെ ഒരു വലിയ സാധ്യതയാണ് PVR അടക്കമുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക്, അല്ലെങ്കിൽ ഒരു മൾട്ടിപ്ലക്സ് ചെയിൻ നടത്തുന്ന PVRനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഒരു സാധ്യതകൾ വലിയ രീതിയിലുള്ള ഒരു വഴിതുറക്കലാണ്. നെറ്റ്ഫ്ലിക്സും ഈ ഒരു മേഖലയിലേക്ക് അത്തരത്തിലുള്ള ഒരു വരുമാനം ഗൈഡൻസ് കൊണ്ടുവരുന്നു. അത് PVR അടക്കമുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ പ്രതിഫലിക്കുന്നു. തീർച്ചയായിട്ടും ഇത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിരിക്കുന്ന നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ടുള്ള PVRന്റെ ഒരു പാത വളരെ വാസ്റ്റ് ആയിരിക്കാനുള്ള ഒരു സാധ്യതയല്ലേ ഉള്ളത്? തീർച്ചയായിട്ടും ജാസ്മിൻ, ഒരു കാര്യം കൂടി, നമുക്കിപ്പോൾ കിട്ടുന്ന റോയിറ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ലാഹോറിൻ്റെ അടുത്ത് ഒരു ബോംബ് ബ്ലാസ്റ്റ് നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. റോയിറ്റേഴ്സ് പറയുന്നത് ജിയോ ന്യൂസ്, പാകിസ്ഥാൻ ബേസ്ഡ് ജിയോ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ കേദാർ നമുക്ക് തരുന്ന വേറൊരു ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ, നമ്മളിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് തുടങ്ങുമ്പോൾ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ നടന്നു കഴിഞ്ഞല്ലോ, എങ്കിൽ പോലും ഇന്നലെ ഇന്ത്യയിൽ FPIസിൻ്റെ ബൈ 2,600 കോടി ആയിരുന്നു. ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ബയറായിരുന്നു 2,400 കോടിക്ക് എന്നുള്ളത്. അപ്പോൾ ഏതാണ്ട് 2,600 ഫോറിനേഴ്സും 2,400 കോടി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ബൈ ചെയ്തൊരു മാർക്കറ്റായിരുന്നു ഇന്നലെ. എന്നാൽ അത് വലിയ രീതിയിൽ പ്ലസ് ആയിട്ട് കാണിച്ചുമില്ല മാർക്കറ്റ്, മാർജിനലി എന്നാണ് ഉള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ, നമുക്ക് ലാസ്റ്റ് 14 ട്രേഡിംഗ് ദിവസം കൊണ്ട് ഏതാണ്ട് 44,400 കോടിയുടെ ബൈയിങ് ആണ് FPIC വന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഈ പറയുന്ന ലാസ്റ്റ് 14 ദിവസമായിട്ട് ഒരു ഇൻസർജൻസി ഉണ്ട് എന്ന് FIC അറിയായിരുന്നല്ലോ. അതായത് ഇന്ത്യ തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ കാര്യങ്ങൾക്ക് ആ ഒരു ഇൻഫ്ലിക്റ്റ് ചെയ്ത ആ ഒരു വൂണ്ടിന് വേണ്ടി നമ്മൾ റെസ്പോണ്ട് ചെയ്യുമെന്ന് അറിഞ്ഞിട്ട് പോലും നമ്മുടെ ഇവിടത്തേക്ക് FPI ഇൻവെസ്റ്റ്മെന്റ് വരുന്നതിൽ കുറവുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ജൂൺ ജൂലൈ 2003 അത്രയും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വന്നത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഈ പറയുന്ന 14 ദിവസമാണ് 44,400 കോടിയോളം FPI ഇൻവെസ്റ്റ്മെന്റ് വന്നു എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. പിന്നെ ജാസ്മിൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇപ്പൊ ഇന്നലെ തന്നെ നെറ്റ്ഫ്ലിക്സ് ഉണ്ടല്ലോ, അപ്പൊ സാധാരണ നെറ്റ്ഫ്ലിക്സ് ഒരു എന്താ പറയുക, ലാസ്റ്റ് 11 ദിവസമായിട്ട് US മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കാലിഫോർണിയ ബേസ്ഡ് നെറ്റ്ഫ്ലിക്സ് സ്റ്റോക്ക് 20% അപ്പായിരുന്നു. ഏതാണ്ട് ലാസ്റ്റ് വീക്ക് അത് 1.6% ഡൗൺ ആയിരുന്നു. നെറ്റ്ഫ്ലിക്സിന്റെ ഇന്നലെയും മിനിങ്ങാൻ നോക്കുന്ന ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഗൈഡൻസ് ആണ്. അതായത് അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, അവർ ഏതാണ്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് കമ്പനി റെക്കോർഡ് പ്രോഫിറ്റ്സിലേക്ക് പോകുന്നു. മാത്രമല്ല ഫ്യൂച്ചർ വളരെ ബ്രൈറ്റ് ആണെന്നുള്ള നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഫോർകാസ്റ്റ് ആണ് കമ്പനി നെറ്റ്ഫ്ലിക്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള അത് നമ്മൾ ഏതാണ്ട് ആ സ്റ്റോക്കിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. 20% അപ്പാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ പറയുന്ന പോലെ അതിന് ട്രംപിന്റെ ടാരിഫിന്റെ കാര്യത്തിലൊന്നും ജനങ്ങൾ വലുതായിട്ട് അനങ്ങിയിട്ടില്ല. കാര്യം ട്രംപ് പറയുകയെ, അതായത് US പുറത്ത് പ്രൊഡക്ഷൻ നടക്കുന്ന മൂവീസിന് ഇവിടെ US 100% ടാരിഫ് വയ്ക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ അതിന്റെ വിശദാംശങ്ങളൊന്നും ആർക്കും കിട്ടിയിട്ടില്ല. കാര്യം അത് US മൂവീസ് പുറത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഫോറിൻ ലാംഗ്വേജസ് നിന്ന് US വരുന്ന പ്രൊഡക്ഷൻ മൂവീസ് ആണോ, അല്ലെങ്കിൽ OTTയിൽ വരുന്ന മൂവീസ് ആണോ എന്നുള്ളതിനെ കുറിച്ച് ക്ലാരിറ്റി ഒന്നുമില്ല. പക്ഷെ അതൊന്നും നെറ്റ്ഫ്ലിക്സിന്റെ സ്റ്റോക്കിനെ ഒന്നും അത് ബാധിച്ചില്ല എന്നുള്ള. പക്ഷെ അത് പറയുമ്പോഴാണ് ജാസ്മിൻ പറഞ്ഞ ഈ PVRന്റെ കാര്യമായിട്ട് പറഞ്ഞത്. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ അടുത്ത കാലത്ത് നമ്മുടെ ഇവിടെയൊക്കെ പോപ്പുലറായി, നമ്മളിത് നമ്മുടെ ഈ ഷോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, തുടരും മൂവി കാണാൻ പോകുമ്പോൾ ഒരു PVRന്റെ തിയേറ്ററിലാണ് നിങ്ങൾ കാണാൻ പോകുന്നതെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക, ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ട്. അതായത് 2025 അപ്കമിങ് മൂവീസ് എന്ന് പറഞ്ഞ് അവർ കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അവർ ഒരുപാട് മൂവീസ്, എല്ലാ ഹൈ ബഡ്ജറ്റ് മൂവീസ് ഇൻക്ലൂഡിങ് മിഷൻ ഇമ്പോസിബിൾ, ഹോളിവുഡ് ടോം ക്രൂസിന്റെ മൂവീസും കൂടെ 2025 വരുന്നു. അതായത് അവർക്ക് വലിയ ഹൈ
എക്സ്പെക്ടേഷനാണ് 2025 കുറിച്ച്. കാരണം ഹോളിവുഡിൽ ഒരു സ്ട്രൈക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് മൂവിയുടെ റിലീസുകൾ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അതെല്ലാം 2024 സ്ട്രൈക്ക്, ആ 2025 തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്ന സ്ട്രൈക്ക് മാറിയിട്ട് ഇപ്പോൾ എല്ലാ മൂവീസും റിലീസ് ചെയ്യാൻ പോകണം എന്നുള്ള. അപ്പോൾ അടുത്ത കാലത്ത് അജയ് ബിജ്ലി, അതായത് ഇതിന്റെ പ്രൊമോട്ടർ, PVRന്റെ പ്രൊമോട്ടറിനെ ഇന്റർവ്യൂ ചെയ്യുന്ന പല വീഡിയോകളിലും അദ്ദേഹം പറയുന്നത് ഈ ഹോളിവുഡ് മൂവീസ് ഈ കൊല്ലം ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല ഇന്ത്യൻ പ്രൊഡക്ഷൻ ഹൗസീസിൽ നിന്നും വരുന്ന സിനിമകൾ വളരെ നല്ല നല്ല സിനിമകളും നല്ല കണ്ടന്റുകളും നല്ലൊരു ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യലും ഉള്ള സിനിമകളാണ് വരുന്നത് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഇപ്പം നമുക്ക് തന്നെ കേരളത്തിൽ നമുക്കറിയാം, നമുക്കിപ്പോൾ അടുത്ത കാലത്ത് 2 സൂപ്പർ ഹിറ്റ് മൂവികൾ വന്നു. ഒന്ന് എമ്പുരാൻ, അത് കഴിഞ്ഞതാ ഇപ്പോൾ തുടരും എന്ന് പറയുന്ന സിനിമ വന്നു. ഇതൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ ഇവിടെ ഒരു തിയേറ്റർ ഓണേഴ്സ് അസോസിയേഷൻ്റെ മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ നമുക്ക് ലോക്കൽ ചാനൽസിൽ നിന്ന് അല്ലെങ്കിൽ ലോക്കൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ 2 സിനിമയും ഹിറ്റ് ആവുകയാണെങ്കിൽ മൂവി എക്സിബിറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ തിയേറ്റർ ഉടമകളുടെ കടമെല്ലാം തീരും എന്നുള്ളൊരു ഇൻഫർമേഷൻ വരുന്നു. അത്രയ്ക്കായിരുന്നു അവർ ബുദ്ധിമുട്ടിലായിരുന്നു. ദേ നീഡ് എ ഹിറ്റ് ടു മൂവ് ഫോർവേഡ് എന്നുള്ളത്. എന്തോ ദൈവസഹായം കൊണ്ട് ബാക്ക് ടു ബാക്ക് നല്ലൊരു ബ്ലോക്ക് ബസ്റ്റർ 2 മൂവി വന്നത് കാരണം ഇപ്പം നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് അവരുടെ എല്ലാ ബാധ്യതകളും അവസാനിച്ചു എന്നുള്ള. അപ്പോൾ ഒരു 1-2 മൂവീസ് മതി ഒരു എന്താ പറയുക തിയേറ്റർ എക്സിബിറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ തിയേറ്റർ ഓണേഴ്സിൻ്റെ തലവരെ തന്നെ മാറ്റി കുറിക്കാനായിട്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ PVR എന്ന് പറയുന്ന കമ്പനി വളരെ ക്ലിയർലി പ്ലേസ്ഡ് ആണ്. എനിക്ക് തോന്നുന്നു അത് 2200 രൂപ വരെ പോയ സ്റ്റോക്ക് ഇപ്പോൾ 937 റുപ്പീസിലാണ്. അത് ഏതാണ്ട് 57% പീക്കിൽ നിന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതൊരു ലോസ് മേക്കിംഗ് കമ്പനി ആട്ടോ, അതും കൂടെ നമ്മൾ പറഞ്ഞു വെക്കണം. അതിന് ഡെപ്റ്റും ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നു 1500 കോടിക്ക് അടുപ്പിച്ച് തന്നെ നെറ്റ് ഡെപ്റ്റ് എങ്ങാണ്ടുള്ള ഒരു കമ്പനിയാണ്. ഗ്രോസ് ഡെപ്റ്റ് അതിനേക്കാളും ഹൈ ആണ്. അതൊരു പ്രോഫിറ്റബിൾ അല്ല. ബട്ട് ഈവൻ ദെൻ നമ്മൾ ഇപ്പോഴും നോക്കേണ്ട കാര്യം ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അഡ്വൈസോ സോളിസിറ്റേഷനോ ഒന്നും അല്ല. നമ്മളൊരു സ്റ്റോക്ക് ഒരു സ്പോട്ട് ലൈറ്റിൽ കൊണ്ടുവന്ന് അത് കവർ ചെയ്ത് അതിന്റെ ഇൻഫർമേഷൻസ് ജനങ്ങളുടെ മുന്നിൽ അക്കാഡമിക് പർപ്പസിന് വേണ്ടി വെക്കുന്നു എന്നുള്ളൂ. നിങ്ങൾ PVRനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അതായത് പല കമ്പനികളും അവർക്ക് കോമ്പറ്റീറ്ററായിട്ട് വന്നിട്ട് അവരെല്ലാം നിർത്തിപ്പോയി എന്നുള്ള. ഇപ്പം PVR ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു മൂവി എക്സിബിഷൻ അല്ലെങ്കിൽ മൂവി സിനിമ ഹാൾസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പാൻ ഇന്ത്യ ലെവലിൽ വേൾഡ് ക്ലാസ് സ്ട്രക്ചറിലേക്കാണ് അത് കൊണ്ടുവന്നിരുന്നത്. വലിയൊരു ഹെവി കോമ്പറ്റീറ്റർ അവർക്ക് ഇല്ല എന്നുള്ളത് നമുക്ക് അറിഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ റിസർച്ചും പറയുന്നത് OTTയിൽ സിനിമകൾ റിലീസ് ചെയ്യണമെങ്കിൽ പോലും മൂവി തിയേറ്ററിൽ വരുന്നതിന് അതിൻ്റെതായ സ്പേസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ PVRന് വരുന്ന ഒരു സ്ട്രാറ്റജി ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ അജയ് ബിജ്ലിയെ പല ചാനലുകളും ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അത് അവർ ഇത്രയും നാൾ അവർ തന്നെ കാശിറക്കി തിയേറ്ററുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയാണ്. ഇപ്പം അവർ മാനേജ്മെന്റ് കോൺട്രാക്ട്സിലേക്കാണ് പോകുന്നത്. അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ഇനി അസറ്റ് ലൈറ്റ്, അധികം പൈസ ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരു ബിസിനസ് മോഡലിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവർ മോളുകളുടെ അടുത്തും ഷോപ്പിംഗ് കോംപ്ലക്സുകളുടെ അടുത്തും പറയുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് സ്ഥലം പ്രൊവൈഡ് ചെയ്ത് എല്ലാം ചെയ്ത് തരികയാണെങ്കിൽ ഞങ്ങൾ അവിടെ വന്ന് ഞങ്ങളുടെ ബ്രാൻഡ് നെയിം ഉപയോഗിച്ച് ഞങ്ങൾ ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകും. ഞങ്ങൾ ഇനി അധികം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന കാര്യമില്ല. അപ്പോൾ അവർ അസറ്റ് ലൈറ്റ് മോഡലിലേക്ക് മാറുന്നു എന്നുള്ള. അതിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ 2 ദിവസം മുമ്പേ നമ്മൾ ഇന്ത്യൻ ഹോട്ടൽസിന്റെ, അതായത് താജ് ഹോട്ടൽസിന്റെ മദർ കമ്പനിയായ ഇന്ത്യൻ ഹോട്ടൽസ് ടാറ്റ ഗ്രൂപ്പിലുള്ള അവരുടെ റിസൾട്ട് വന്നപ്പോൾ എന്തൊരു ഫാന്റാസ്റ്റിക് റിസൾട്ട് ആയിരുന്നു. ഇതേപോലെ തന്നെയായിരുന്നു ഇന്ത്യൻ ഹോട്ടൽസും. ഒരിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വന്ന് വലിയ ക്യാപിറ്റൽ ഹെവി, അതായത് എപ്പോഴും അവർക്ക് ഫണ്ട് വന്നുകൊണ്ടിരിക്കും. ഒരു ഹോട്ടലിലേക്ക് അവർ കാശ് പമ്പിൻ ചെയ്ത് ആ ഹോട്ടൽ ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്ന് റവന്യൂ വരുമ്പോഴത്തേക്കും അടുത്ത ഹോട്ടൽ തുടങ്ങാനുള്ള കാശ് കമ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിന്റെ P&L അധികം അത് റിഫ്ലക്ട് ചെയ്യുന്നില്ല, ഏർണിംഗ്സ് പെർ ഷെയറിൽ റിഫ്ലക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഷെയർ ഹോൾഡർ ഫ്രണ്ട്ലി സ്റ്റോക്ക് ആയിരുന്നില്ല. പക്ഷേ അടുത്ത കാലത്ത് 10 ടൈംസോളം കയറി. കാര്യം എന്താ, അവരുടെ സ്ട്രാറ്റജി അവർ മാറ്റി അസറ്റ് ലൈനിലേക്ക് മാറി. അവർ മാനേജ്മെന്റ് കോൺട്രാക്ട്, നമ്മളിപ്പോൾ കാണുന്ന പല ഇന്ത്യൻ ഹോട്ടൽസും ആ പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നത് ഇന്ത്യൻ ഹോട്ടൽസ് അല്ല, താജ് അല്ല ഹോട്ടൽ. താജ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും പ്രൊമോട്ടേഴ്സ് വന്ന് നിങ്ങൾ സ്ഥലം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ പറയുന്ന സ്പെസിഫിക്കേഷൻ നിങ്ങൾ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ അവരുടെ എക്സ്പെർട്ടീസ് കൊണ്ടുവന്ന് അവരുടെ ബ്രാൻഡ് നെയിം ഉപയോഗിച്ച് മാനേജ്മെന്റ് കംപ്ലീറ്റ് അവർ തന്നെ ഏറ്റെടുത്ത് കമ്പനി നടത്തി പ്രോഫിറ്റ് ഷെയറിംഗ് ആയിട്ട് മുന്നോട്ട് പോകും. ഇതാണ് മാനേജ്മെന്റ് കോൺട്രാക്ട്. എന്ന് മുതൽ ഇന്ത്യൻ ഹോട്ടൽസ് അതിലേക്ക് കയറിയോ അന്ന് മുതൽ അതിന്റെ പ്രോഫിറ്റബിലിറ്റി ഭയങ്കരമായിട്ട് വർദ്ധിക്കുകയും ആ സ്റ്റോക്ക് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു. അതേ പാതയിൽ തന്നെയാണ് ഈ PVR വരുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അത് വളരെ ലോവർ എൻഡിൽ കറക്റ്റ് ചെയ്ത് കിടക്കുന്നതാണ്. അത് മാത്രമല്ല അവർ 2-3 സ്ട്രാറ്റജിയും കൂടെ അവർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ന്യൂ ഫോർമാറ്റ്, ഇപ്പോൾ 4DX, IMAX എന്നിങ്ങനെയുള്ളത് അവർ പ്രൊപ്പോർഷൻസ് കൂട്ടുന്നു. ഇപ്പൊ ലക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ വലിയ ലാർജ് ഫോർമാറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ അവർ കൂടുതൽ വരുന്നു. അവർ ഇന്നോവേഷൻസ് അതിൽ കൊണ്ടുവരുന്നു. പ്രൊജക്ഷന്റെ കാര്യങ്ങളിലും ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നു. 3D മൂവീസ് ഒക്കെ വരുന്നത് അവർക്ക് വളരെ രീതിയിൽ ബെനിഫിഷ്യൽ ആയിട്ട് വരികയാണ്. അതുകൂടാതെ അവർ ദേവയാനിയൊക്കെ ആയിട്ട് ടൈപ്പ് ചെയ്ത് അവർ മൂവി വാച്ചിങ് എക്സ്പീരിയൻസിനെ വേറെ ലെവലിലേക്ക് കൊണ്ടുവരികയാണ്. അത് ഫുഡ് ആൻഡ് ബെവറേജസും കൂടി അവർ കൊണ്ടുവന്ന് അതിന്റെ പ്രോഫിറ്റബിലിറ്റിയും കൂടെ ഇൻക്രീസ് ചെയ്ത് അവർ
ഒരു ഹോൾ എന്റർടൈൻമെന്റ്, അതായത് ഒരു ഫാമിലിക്ക് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു സിനിമ കാണാൻ മാത്രമല്ല, നിങ്ങളുടെ ഫുഡും കഴിച്ച് നിങ്ങളുടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാം എന്നുള്ള ഒരു എന്റർടൈൻമെന്റ് സെക്ടറിലേക്ക്, അതായത് മൂവി എക്സിബിറ്റർ എന്ന രീതിയിലേക്ക് മാറി ഒരു എന്റർടൈൻമെന്റ് ആൻഡ് ഫൺ രീതിയിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമ്മൾ PVR കാണുന്നത്. ആ ഒരു ട്രാൻസിഷൻ ഈ സ്റ്റോക്കിൽ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതുകൊണ്ട് നിങ്ങൾ സ്പോട്ട്ലൈറ്റിൽ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആ സ്റ്റോക്ക് വയ്ക്കുക. അത് ഏതാണ്ട് 57% താഴെയാണ് കിടക്കുന്നത്. ഏതാണ്ട് ഈ പറയുന്ന പോലെ ഇതൊരു സോളിസിറ്റേഷൻ ആയിട്ടോ അഡ്വൈസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബൈ റേറ്റിംഗ് ആയിട്ടോ നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. ഒരു സ്റ്റോക്ക് നമ്മൾ കവർ ചെയ്ത് അതിന്റെ ഫിനാൻഷ്യൽസും അതിന്റെ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. തീർച്ചയായിട്ടും PVR എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു പരിധിവരെ ആണെന്ന് നമ്മൾ പറയുമ്പോൾ പോലും ഇപ്പോൾ കൂടുതൽ ആളുകളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എല്ലാത്തരം ആളുകളെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ 99 രൂപയുടെ ഒരു ഓഫറൊക്കെ കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബ്ലോക്ക് ബസ്റ്റർ ട്യൂസ്ഡേ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് 99 രൂപ നിരക്കിൽ തിരഞ്ഞെടുത്ത സിനിമകൾ നിങ്ങൾക്ക് എല്ലാ ചൊവ്വാഴ്ചകളിലും കാണാം എന്നുള്ള തരത്തിലേക്ക് വരെ കമ്പനിയുടെ ഒരു എക്സ്പാൻഷൻ പദ്ധതി പോവുകയാണ്. കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത്തരത്തിൽ കൂടി പ്രോഫിറ്റ് മേക്കിങ്ങിന്റെ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് PVR മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട ടെക്നിക്കൽ ആസ്പെക്ട്സ് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതിനായിട്ട് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറും അഹല്യ ഫിൻഫോറെക്സ് വൈസ് പ്രസിഡന്റുമായ അനീഷ് ചന്ദ്രൻ സാറാണ് ജോയിൻ ചെയ്തത്. ഗുഡ് മോർണിംഗ് സർ. ഏതായാലും നമുക്ക് PVR വെച്ച് തന്നെ തുടങ്ങാം. തീർച്ചയായിട്ടും അതിന്റെ വളരെയധികം വലിയ ഒരു സാധ്യതകൾ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള മറ്റ് ആസ്പെക്ടൽ ഫണ്ടമെന്റൽ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ടെക്നിക്കലി PVR സംബന്ധിച്ചിടത്തോളം ചാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫണ്ടമെന്റൽ കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായിട്ട് വളരെ ചേഞ്ചസ് വന്നത് എല്ലാം നിങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് തന്നെയാണ് ഈ ചാർട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ചാർട്ടില് ഇതിന്റെ കറക്റ്റീവ് ആക്ഷൻസ് തുടങ്ങിയത് വളരെ മുമ്പാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള പെർഫോമൻസിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ചാർട്ടിൽ അത് വളരെ വിസിബിൾ ആയിട്ട് കാണാൻ കഴിയും. കഴിഞ്ഞ മാർച്ചിന് ശേഷം, അത് കഴിഞ്ഞ 2 മാസത്തിന് ശേഷം അതൊരു സ്റ്റേബിൾ ആവുന്ന അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ മൂവിലേക്ക് മാറും. ഈ കൺസോൾട്ടേഷൻ മൂവിലേക്ക് മാറുമ്പോഴാണ് നമ്മൾ സ്വാഭാവികമായിട്ട് ഈ സ്റ്റോക്സിനെ വാച്ചിങ് ലിസ്റ്റിലേക്ക് കൊണ്ടുവരുന്നതും. അത് ടെക്നിക്കലി പറയുകയാണെങ്കിൽ അതൊരു വാച്ചിങ് ലിസ്റ്റിലിട്ട് ബൈയിങ് സോണിലേക്ക് എത്തുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുന്നത്. പിന്നെ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, വോളിയത്തിൽ വളരെയധികം ഡ്രോപ്പ് വന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ വീണ്ടും വോളിയം ഈ ഒരു ഇംപ്രൂവ് ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ PVR നിൽക്കുന്നത്. 940 എന്ന് പറയുന്നത് അല്ലെങ്കിൽ 900 എന്ന് പറയുന്ന സപ്പോർട്ട് സോണിലാണ് ഇത് 2 പ്രാവശ്യമായിട്ട് വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് ബൗൺസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോ ഒരു 1000 എബോട്ടുള്ള പോകാനുള്ള ഒരു ടെൻഡൻസിയാണ് ഈ ഷെയർസിന് കാണിക്കുന്നത്. അപ്പൊ എപ്പോഴെങ്കിലും ഈ 1000 എബോ ട്രേഡ് ചെയ്ത് വോളിയത്തോട് ട്രേഡ് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് എൻറ്റർ ചെയ്യാവുന്ന ഒരു സോങ്ങാണ്, ഒരു സ്റ്റോക്സ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് വളരെയധികം പോസിറ്റീവ് അപ്സൈഡ് ഇതിൽ ബാക്കിയുണ്ട്. അതിന്റെ ഫണ്ടമെന്റൽ ചേഞ്ചസ് ഒക്കെ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. കുറച്ച് സമയം ഇതിന് കൊടുക്കുകയാണെങ്കിൽ, ചാർട്ട് അങ്ങനെയാണ് പറയുന്നത്, കാരണം ഒരു ടൈം കറക്റ്റീവ് ആക്ഷൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. കുറച്ച് സമയം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയൊരു റിട്ടേണിലേക്ക് പോകാനുള്ള സാധ്യത ഇപ്പോഴുണ്ട് ഈ സ്റ്റോക്സിൽ. അതിന്റെ ചേഞ്ചസ് ആൾറെഡി കണ്ടു. നമ്മൾ അതിൽ വോളിയൂംസ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഒരു പോസിറ്റീവായിട്ട് കാണാവുന്നതാണ്. ഒരു കൺസോൾട്ടേഷനിൽ വരുന്ന സ്റ്റോക്ക് തീർച്ചയായിട്ടും വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ UK ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സൈൻ ചെയ്തതിന് ശേഷം എക്സ്പെഷ്യലി ടെക്സ്റ്റൈൽ സ്റ്റോക്കുകളിൽ 19% വരെ ഒരു മുന്നേറ്റം കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നും അതിൽ എടുത്തു ചോദിക്കുന്നത് ഗോകുൽദാസ് എക്സ്പോർട്ടിനെ കുറിച്ചാണ്. 1% മുകളിൽ ഒരു നേട്ടം ഈ സ്റ്റോക്ക് ഉണ്ടാക്കുന്നുണ്ട്. തുടക്കഘട്ടത്തിൽ 1% ഇപ്പോൾ അത് 3.5% എത്തി നിൽക്കുകയാണ് ഗോകുൽദാസ് എക്സ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു സ്റ്റോക്കിനെ സാർ എങ്ങനെയാണ് നോക്കുന്നത്? ഈ ടെക്സ്റ്റൈൽ സ്റ്റോക്സിൽ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഇതിൽ എനിക്കിപ്പോൾ ഉള്ളത്. അതിൽ തന്നെ ഈ എല്ലാ സ്റ്റോക്സും, ഗോകുൽ മാത്രമല്ല, അംബിക കോട്ടൺസ്, അങ്ങനെയുള്ള എല്ലാ സ്റ്റോക്സിലും ഒരു പോസിറ്റീവ് വ്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. കാരണം ഇത് ഒരുപാട് അപ്സൈഡ് പൊട്ടൻഷ്യൽസ് ഉള്ള ഒരു കമ്പനി, 1-2 കമ്പനികൾ നമ്മൾ ഈ ഇതിൽ ടെക്സ്റ്റൈലിൽ അപ്സൈഡിലേക്ക് വരുന്നുണ്ട്. അതായത് ടെക്നിക്കലി വലിയ മൂവ്മെന്റ്സ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് തന്നെ ഇത് പോസിറ്റീവ് സോണിലേക്ക് എൻ്റർ ചെയ്തിരുന്നു എന്നാണ് നമുക്ക് കാണാം. കാരണം അത് മാർക്കറ്റ് ആന്റിസിപ്പേറ്റ് ചെയ്തിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ഈ ഗോകുൽദാസ് എക്സ്പോർട്സും ഇത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സോണിൽ തന്നെയാണ് നിൽക്കുന്നത്. എനിക്ക് ഇതിന്റെ വോളിയത്തിൽ ഇപ്പോൾ വളരെ മൂവ്മെന്റ്സ് ഒന്നും കാണുന്നില്ല. ബട്ട് നമുക്ക് പോസിറ്റീവ് ഒരു സോണിലാണെന്ന് മാത്രമേ ഇപ്പൊ പറയാൻ കഴിയുള്ളൂ. ഒന്ന് വെയിറ്റ് ആൻഡ് വാച്ച് സിറ്റുവേഷനിലായിരിക്കും നല്ലത്. അതിനേക്കാൾ വളരെയധികം പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉണ്ട്. ബട്ട് നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സിന് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ്.
സർ, മറ്റു പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്ക് സിംഫണിയാണ്. സിംഫണിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മാർക്കറ്റിൽ തുടക്കഘട്ടത്തിൽ തന്നെ 10% വരെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും 8.5% ഒരു നേട്ടം സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. 1302 രൂപ എന്നുള്ളൊരു നിലയിലാണ് നിലവിലത്തെ ഒരു കണ്ടീഷനിൽ ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരുന്നു എന്ന് തന്നെ പറയാം. 46% ഒരു മുന്നേറ്റം റവന്യൂവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റിലേക്ക് വരുമ്പോൾ 89% ഒരു മുന്നേറ്റമാണ് ഈ ഒരു ക്വാർട്ടറിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും വലിയ സെഗ്മെന്റുകളിലുടനീളം വലിയൊരു മുന്നേറ്റം രേഖപ്പെടുത്താനായിട്ട് സിംഫണിക്ക് സാധിച്ചിട്ടുമുണ്ട്. ഈ ഒരു സ്റ്റോക്കിലുള്ള സാറിന്റെ ഒരു ലോങ് ടേം ടേക്ക് എങ്ങനെയാണ്? ഇതില് ലോങ് ടേം ടേക്ക് തന്നെയാണ് നമ്മൾക്കുള്ളത്. കാരണം ഈ സ്റ്റോക്സിന്റെ കറക്റ്റീവ് ആക്ഷൻസ് ഒക്കെ നിങ്ങൾ 1900 വരെ പോയതിനു ശേഷമാണ്. ഇത് കഴിഞ്ഞ ഡിസംബറിലും നവംബറിലൊക്കെ വളരെയധികം പോസിറ്റീവായിട്ട് നിന്ന ഒരു സ്റ്റോക്സ് ആണ്. ആ ഒരു സ്റ്റോക്സിൽ നിന്നാണ് തീർച്ചയായിട്ടും അത് കറക്റ്റീവ് ആക്ഷൻസ് വന്നിരിക്കുന്നത്. അപ്പോ ഈ 1100 ലെവലില് കുറച്ച് ദിവസമായിട്ട്, അതായത് ഒരു മാർച്ചിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ മൂവ്സ് ആണ് വന്നിരിക്കുന്നത്. റിസൾട്ട് വളരെ പോസിറ്റീവ് ആയിരുന്നത് കൊണ്ട് ഒരു മൂവ്മെന്റ്സ് വന്നു. പക്ഷെ അതിന്റെ വോളിയം എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ്. എപ്പോഴും ഇത് ടൗണിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിലും ഒക്കെ തന്നെ വോളിയം വളരെ സ്റ്റേബിൾ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പൊ വോളിയത്തില് കുറച്ച് ദിവസമായിട്ട് ഒരു ഇമ്പ്രൂവ്മെന്റ് വരുന്നു. ബട്ട് ഇതൊരു ലോങ് ടേം അതായത് ഒരു വോൾട്ടാലിറ്റി ഉള്ള ഒരു സ്റ്റോക്സ് എന്നതിനുപരി നമുക്കൊരു ലോങ് ടേം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്സ് ആയിട്ടാണ് ഈ ചാർട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം വോളിയം എപ്പോഴും സ്റ്റേബിൾ ആണ്. അഥവാ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡെലിവറബിൾ വോളിയം ആണ് ഇതിലും മെജോറിറ്റിയും ഉണ്ടാവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൊമെന്റ് വരാനുള്ള സാധ്യതയുണ്ട്. 1900 റീഗെയിൻ ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇപ്പോഴത്തെ ഇതില് ഒരു വലിയൊരു ഇമ്പൾസീവ് ആണ് വന്നിരിക്കുന്നത്. എഗെയിൻ 1100 അല്ലെങ്കിൽ 200 ലെവലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് റീ എൻറ്റർ ചെയ്യാവുന്നതാണ്. 1700 ഇപ്പൊ ഇമീഡിയറ്റ്ലി ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. 1900 എബോവ് പോകാനുള്ള സാധ്യതയുമുണ്ട്. ഒപ്പം തന്നെ റിസൾട്ടുകൾക്ക് പിന്നാലെ ഇന്ന് ഒരു ഔട്ട് പെർഫോമൻസ്, ഒരു റാലി കാണാൻ സാധിക്കുന്ന സ്റ്റോക്ക് നീവ ബൂപ്പയാണ്. നീവ ബൂപ്പ ഹെൽത്ത് ഇൻഷുറൻസിനെ സംബന്ധിച്ചിടത്തോളം 14% ഒരു നേട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ അടുത്താണ് ലാസ്റ്റ് ഇയർ നവംബർ 14 സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 മാസത്തെ ഏറ്റവും ഹൈയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടുകളിലേക്ക് വരുമ്പോഴും പ്രോഫിറ്റിൽ 31% ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നിവ ബൂപ്പയെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന നിവ ബൂപ്പയെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമുക്ക് വളരെയധികം കുറഞ്ഞ ഹിസ്റ്ററി ഉള്ള ഒരു സ്റ്റോക്സ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിന്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് മാത്രമേ വന്നിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് എന്ന് പറയാനായിട്ട് ഒരു വോളിയമോ അല്ലെങ്കിൽ ഒരു ചാർട്ട് ഹിസ്റ്ററിയോ ഇപ്പോൾ ഇതിൽ കാണുന്നില്ല. ബട്ട് ഇപ്പോഴുള്ള ഒരു ട്രെൻഡ് മുകളിലോട്ടാണ് എന്നത് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 107 ലെവലിലാണ് കാണുന്നത്. ബട്ട് ഇന്നത്തെ ഒരു വോളിയം വളരെയധികം ഹൈ ആയിട്ട് കാണുന്നു. അല്ലെങ്കിൽ അതിനേക്കാൾ കാരണം പുതിയ സ്റ്റെയർ ആയിട്ടാണ് നമുക്ക് അതിന്റെ ഹിസ്റ്ററി വളരെയധികം കുറവാണ്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഒരു ട്രേഡിംഗ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ 107ലേക്ക് നമുക്കൊരു റെസിസ്റ്റൻസ് പോയിന്റ് പറയാൻ പറ്റും. 88-82 ലെവലിലാണ് ഇപ്പോൾ ഇമീഡിയറ്റ് നമുക്കൊരു സപ്പോർട്ട് സോൺ ആയിട്ട് പറയാൻ കഴിയുന്നത്. 72 ആണ് വളരെ കൺസോൾഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു ട്രേഡിംഗ് വ്യൂവിൽ നോക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കോൾ ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1.5% ഒരു മുന്നേറ്റം റിസൾട്ടുകൾക്ക് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കോൾ ഇന്ത്യയുടെ റിസൾട്ടുകൾ പരിശോധിക്കുന്ന സമയത്ത് 4-ാം പാദത്തിൽ പ്രോഫിറ്റിൽ 12% ഉയർച്ച രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ്. പലരുടെയും വാച്ച് ലിസ്റ്റിലുള്ള ഒരു ലോങ് ടേമിലേക്ക് വെക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് കോൾ ഇന്ത്യ. കോൾ ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് ആൾറെഡി അറിയാം. സ്റ്റോക്സിന്റെ പ്രൈസ് മൂവ്മെന്റ്, അതായത് സ്റ്റോക്സിന്റെ മൂവ്മെന്റ് അപ്പുറം തന്നെ നമ്മുടെ ഡിവിഡൻഡ് ഈൽഡും കൂടെ കിട്ടുന്ന ഒരു സ്റ്റോക്സ് ആണ്. ട്രേഡേഴ്സിന്റെയും അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന്റെയും പോയിന്റ് ഓഫ് വ്യൂവിൽ ആദ്യം വരുന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ചെറിയ ചെറിയ കറക്ഷൻസ് ആണ് അതിൽ വരുന്നത്. അതും ഹെൽത്തി ആയിട്ടുള്ള കറക്ഷൻസ് ആണ്. ഇപ്പോൾ അതൊരു കറക്ഷൻസ് കഴിഞ്ഞു നിൽക്കുവാണ്. 340 എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ടായിരുന്നു. അവിടെ നിന്നാണ് അത് തിരിച്ച് കയറി വരുന്നത്. ഇമീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 364 ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് പോയിന്റ് 420 എബോവ് പോകാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. ബട്ട് ഇതൊരു സ്ലോ മൂവ്മെന്റ് സ്റ്റോക്സ് ആണ്. വോളിയത്തിൽ വളരെയധികം ഇമ്പ്രൂവ്മെന്റോ അതൊന്നുമില്ല. സ്റ്റേബിൾ ആയിട്ടുള്ള വോളിയം ഉള്ള ഒരു സ്റ്റോക്സ് ആണ്. അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്കത് ഹോൾഡ് ചെയ്യാം എന്നതാണ് എൻ്റെ ഒരു വ്യൂ. ഇപ്പൊ ഉണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്യാം. പുതുതായിട്ട് എൻറ്റർ ചെയ്യാനാണെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു 360 അടുത്തൊക്കെ വരികയാണെങ്കിൽ ഒരു നല്ലൊരു എൻട്രി ആയിരിക്കും. 400 and 420 ഇതാണ് റെസിസ്റ്റൻസ് ലെവൽ. വലിയ സ്ലോ മൂവ്മെന്റ് സ്റ്റോക്സ് ആണ്. ഹോൾഡ് ചെയ്യാവുന്നതാണ്.
നമ്മൾ ടാറ്റ കെമിക്കൽസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ മാർക്കറ്റിൽ ഈ ഓഹരി 1.98%, ഓൾമോസ്റ്റ് 2% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. ടാറ്റ കെമിക്കൽസ് റിസൾട്ടുകൾക്ക് ശേഷമാണ് ഇന്നൊരു മുന്നേറ്റം വന്നിട്ടുള്ളത്. 841 രൂപ എന്നുള്ളൊരു നിലവാരത്തിൽ ട്രേഡ് ചെയ്യുകയാണ്. നിലവിൽ ഈ ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് 1247 രൂപ എന്നുള്ള ഒരു 52 വീക്ക് ഹൈ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു മൂവ്മെന്റിനെ അല്ലെങ്കിൽ ഈ ഒരു പെർഫോമൻസിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മൾ ടാറ്റ കെമിക്കൽ ഒരു കറക്റ്റീവ് ആക്ഷൻസ് കഴിഞ്ഞു എന്ന് പറയാറായിട്ടില്ല. കാരണം ഒരു കറക്റ്റീവ് ആക്ഷൻസ് വന്നു, അത് കഴിഞ്ഞിട്ട് 1200 ലെവലിൽ നിന്നാണ് കറക്റ്റീവ് ആക്ഷൻസ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 800 840 ലെവലിൽ ഇപ്പൊ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു കൺസോൾട്ടേഷൻ വന്നാൽ മാത്രമേ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ സാധ്യമാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ വെയിറ്റ് ആൻഡ് വാച്ച് സിറ്റുവേഷൻ ആണ്. 800 നല്ലൊരു കൺസോൾട്ടേറ്റഡ് സപ്പോർട്ട് ഉണ്ട്. അവിടെ ഒരു ക്രൂഷ്യലായിട്ട് വാച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവിടെ വരുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നു അല്ലെങ്കിൽ കറക്റ്റീവ് ആക്ഷൻസ് വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്നുകൂടെ നോക്കിയതിന് ശേഷമാണ് നമുക്കിതില് എന്തൊരു ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറയാനായിട്ട് കഴിയുള്ളൂ. കാരണം വോളിയം വളരെ കുറവാണ്. അതായത് വോളിയത്തിൽ ഇപ്പോൾ ഇമ്പ്രൂവ്മെന്റ്സ് ഒന്നും വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ആയിരിക്കും നല്ലത്. ബട്ട് ഒരു സ്റ്റോക്സ് ഒരു കറക്റ്റീവ് ആക്ഷൻസ് കഴിഞ്ഞതാണ്. അപ്പൊ ലോങ് ടൈം ഒരു സ്റ്റോക്സ് ഒക്കെ നോക്കുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്ന ഒരാൾക്ക് തീർച്ചയായും വാച്ച് ലിസ്റ്റിൽ ഇട്ട് വയ്ക്കാവുന്നതാണ്. എൻട്രി പോയിന്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നോക്കുന്നതായിരിക്കും നല്ലത്. ബ്രൂവറീസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഈ സ്റ്റോക്കിൽ ഇന്ന് റിസൾട്ടുകൾക്ക് ശേഷം ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇയർ ടു ടിൽ ഡേറ്റിൽ പോസിറ്റീവായിട്ട് മാറിയിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ്. UBLനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെയധികം കൺസോൾട്ടേഷൻ ആണ്. നമ്മളൊരു റേഞ്ച് ബൗണ്ട് ട്രേഡേഴ്സിന് വളരെയധികം ഫേവറബിൾ ആയിട്ടുള്ളതാണ്. 1820 അല്ലെങ്കിൽ 1920 ലെവലിൽ നിന്ന് 2200 2300 വരെയൊക്കെ പോകാം. അതായത് റേഞ്ച് ബൗണ്ട് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്സ് ആണ്. അപ്പൊ ട്രേഡേഴ്സിനെ സംബന്ധിച്ച ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോക്സ് തന്നെയാണ്. ഈ ഒരു ലെവലിൽ ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഹയർ പോയിന്റ് അടുത്താണ് 2280 ഒക്കെ റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. അവിടുന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ട് 1920 നിന്നാണ് തിരിച്ച് റിക്കവർ ചെയ്യുന്നത്. ഈ രണ്ട് ലെവൽസും നോക്കി ട്രേഡ് ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിരിക്കും. ഈ രണ്ട് ലെവലിന്റെ അടുത്ത് വരുമ്പോൾ വളരെയധികം വോളിയം ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇത് കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് ട്രേഡ് ആണ്. ട്രേഡേഴ്സിനാണ് ഇപ്പോൾ ഫേവറബിൾ. താങ്ക് യു അനീഷ് സർ. യെസ്, ഏതായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ധാരാളം സ്റ്റോക്സും അതിനപ്പുറത്തേക്കുള്ള വാർത്തകളും ഒക്കെ തന്നെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്സിനെ കുറിച്ച് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഫുൾ എപ്പിസോഡ് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാവുന്നതാണ്. അതിൻ്റെ താഴെ നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ക്വയറീസ് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഏതായാലും മാർക്കറ്റിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത മണിക്കൂറിൽ വീണ്ടും കാണും.